മാസ്റ്റർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ വാറന്റ് കേസിന്റെ ട്രയലാണ് നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെഷൻസ് ജഡ്ജ് ഫോളോ ചെയ്യുന്ന ട്രയൽ പ്രൊസീജിയർ എന്തായിരുന്നായിരുന്നു പഠിച്ചത്. നമുക്കറിയാം, സെഷൻസ് കോർട്ടുകൾക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല. അവരിലേക്ക് കേസുകൾ കമ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മജിസ്ട്രേറ്റ് കോടതികളിൽ നിന്നും കമ്മിറ്റ് ചെയ്യപ്പെടുന്ന കേസുകളായിരിക്കും അവർ ഡീൽ ചെയ്യുക. അപ്പോൾ അവരത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയർ എന്താണ്, സ്റ്റെപ്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പോൾ അവിടെയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ചില പ്രത്യേക കേസുകൾ സെഷൻസ് കോർട്ടിലേക്ക് വന്നതിന് ശേഷം സെഷൻസ് കോർട്ട് അത് തനിക്ക് എക്സ്ക്ലൂസീവ്ലി ഡീൽ ചെയ്യേണ്ട കേസല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആ കേസുകളെ തിരിച്ച് മജിസ്ട്രേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റുകൾ അതിനെ ഒരു വാറന്റ് കേസ് പോലെ കണക്കാക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ജനറലി മജിസ്ട്രേറ്റുകൾക്ക് മുൻപിൽ ഒരു കേസിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഫോളോ ചെയ്യാനുണ്ടായിരിക്കാം. ഒന്ന് വാറന്റ് കേസ് ആണെങ്കിൽ അവർ വാറന്റ് കേസിന്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യും. അതിൻ്റെതാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. മറ്റൊന്ന് സമൻസ് കേസുകളാണെങ്കിൽ അവർ ഫോളോ ചെയ്യാൻ പോകുന്നത് സമൻസ് കേസിന്റെ ട്രയൽ പ്രൊസീജിയർ ആയിരിക്കും. അതായത് മജിസ്ട്രേറ്റുകൾക്ക് കേസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്ത് പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്ന് അവർ തീരുമാനിക്കാം. പക്ഷെ സെഷൻസ് കോർട്ടിനൊക്കെ ഒരൊറ്റ പ്രൊസീജിയറേ ഉള്ളൂ, അവർ അത് തന്നെ ഫോളോ ചെയ്താൽ മതി അവരുടെ മുന്നിൽ ഏത് കേസ് വന്നാലും. പക്ഷെ മജിസ്ട്രേറ്റ് കോടതികൾക്ക് അങ്ങനെയല്ല. ഇവരാണല്ലോ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻസ് എടുക്കുന്ന കോടതികൾ. ആദ്യമായിട്ട് കേസ് എത്തുന്നത് എപ്പോഴും മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലായിരിക്കും. അപ്പൊ അവർക്ക് സമൻസ് കേസ് ആണെങ്കിൽ ഒരു പ്രൊസീജിയറും വാറന്റ് കേസ് ആണെങ്കിൽ മറ്റൊരു പ്രൊസീജിയറുമാണ്. ഇനി ഈ വാറന്റ് കേസിൽ തന്നെ രണ്ട് വ്യത്യസ്തമായ പ്രൊസീജിയറുകൾ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. വാറന്റ് കേസുകൾ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നതെങ്കിൽ അതിനവർ ഫോളോ ചെയ്യുന്നത് ഒരു പ്രത്യേക പ്രൊസീജിയറാണ്. വാറന്റ് കേസുകൾ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നതെങ്കിൽ, അതായത് പോലീസ് റിപ്പോർട്ട് അല്ലാതെ കംപ്ലൈന്റോ മറ്റെന്തെങ്കിലും മാർഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് മുന്നിൽ എത്തുന്നതെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ മറ്റൊന്നാണ്. അപ്പോൾ വാറന്റ് കേസുകളിൽ തന്നെ രണ്ട് വ്യത്യസ്തമായ പ്രൊസീജിയറുകൾ ഉണ്ട്. അപ്പൊ ഈ ട്രയൽ ഓഫ് വാറന്റ് കേസസ് ബൈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനെ അവർ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഡിവിഷൻ പാർട്ട് എയിൽ പറയുന്നത് കേസസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ പോലീസ് റിപ്പോർട്ട്, അതായത് FIR വഴി പോലീസ് റിപ്പോർട്ട് വഴി കോടതിയിലേക്ക് ഒരു മാറ്റർ എത്തുകയാണെങ്കിൽ ആ മാറ്റർ എങ്ങനെയാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഥവാ CJM ഡീൽ ചെയ്യുക. അതാണ് ഫോറൻ കേസിന്റെ ഫസ്റ്റ് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന കേസ്. അത് കുറച്ച് സെക്ഷനുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം പാർട്ട് ബിയിൽ ഇവർ പറയുന്നത് കേസസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് ദാൻ ഓൺ പോലീസ് റിപ്പോർട്ട്, അതായത് കംപ്ലൈന്റ് വഴിയോ ഇൻഫർമേഷൻ വഴിയോ ഒക്കെ വരുന്ന കേസുകൾ. അതിന്റെ പ്രൊസീജിയറാണ് പാർട്ട് ബിയിൽ പറയുന്നത്. എന്നിട്ട് പാർട്ട് സിയിൽ കൺക്ലൂഷൻ ആണ് പറയുന്നത്. അതായത് പാർട്ട് എയിൽ നമ്മൾ പഠിച്ച് നിർത്തിവെക്കുന്ന സാധനം അതിനുശേഷം അതിന്റെ കൺക്ലൂഷൻ വരുന്നത് പാർട്ട് സിയിലാണ്. പാർട്ട് ബിയിൽ നമ്മൾ പഠിച്ച് നിർത്തിവെക്കുന്ന സാധനം അതിന്റെ കൺക്ലൂഷൻ വരുന്നത് പാർട്ട് സിയിലാണ്. അതായത് എ കുറച്ച് പറഞ്ഞു നിർത്തും, ബി കുറച്ച് പറഞ്ഞു നിർത്തും, രണ്ടിന്റെയും കൂടെ കൺക്ലൂഷൻ ഒരുമിച്ച് സിയിലേക്കാണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ പാർട്ട് എ പ്ലസ് പാർട്ട് സി ആണ് നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കേണ്ടത്. പാർട്ട് ബി പ്ലസ് പാർട്ട് സി ആണ് ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കേണ്ടത്. അപ്പോഴാണ് ആ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആവുക. നമ്മൾ പക്ഷേ ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത് വേറെ ആക്ടിൽ കൊടുത്തിരിക്കുന്ന അതേ പ്രൊസീജിയർ ആണ്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പക്ഷെ പഠിക്കുമ്പോൾ കൺക്ലൂഷൻ, അതായത് ഒരുമിച്ചൊരു സ്റ്റെപ്പ് പോലെ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് A+C B+C എന്ന ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പറഞ്ഞ പോലെ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് പാർട്ട് എ ആണ്. കേസസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ പോലീസ് റിപ്പോർട്ട്. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കേസുകളാണെങ്കിൽ അതിനെ ഒരു മജിസ്ട്രേറ്റ്, ഒരു വാറന്റ് കേസിനെ എങ്ങനെയാണ് മജിസ്ട്രേറ്റ് ഡീൽ ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് സെക്ഷൻ 261. സെക്ഷൻ 261 പറയുന്നത് കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 230. അതായത് ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രീ ട്രയൽ സ്റ്റെപ്പാണ്. അതിൽ പറയുന്നത് ഓക്കെ, ഇങ്ങനെ ഒരു വാറന്റ് കേസ് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നാൽ മജിസ്ട്രേറ്റ് ആദ്യം ചെയ്യേണ്ടത് സെക്ഷൻ 230 പറഞ്ഞ കാര്യം പാലിക്കുക എന്നുള്ളതാണ്. എന്താ സെക്ഷൻ 230 പറയുന്നത്? സെക്ഷൻ 230 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കമൻസ്മെന്റ് ഓഫ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ച സാധനമായിരുന്നു. കോഗ്നിസൻസ് ഇഷ്യൂ ഓഫ് പ്രോസസ്സും അതൊക്കെ പഠിച്ച സമയത്ത് സെക്ഷൻ 230 എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സെക്ഷൻ 230 സപ്ലൈ ഓഫ് അക്യൂസ്ഡ് ഓഫ് കോപ്പി ഓഫ് പോലീസ് റിപ്പോർട്ട് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അക്യൂസ്ഡിനും പ്രോസിക്യൂഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ്, അതായത് FIR, ചാർജ് ഷീറ്റ്, അതേപോലെ പല ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യുമല്ലോ. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഇതിന്റെയൊക്കെ ഒരു കോപ്പി നമ്മൾ അക്യൂസ്ഡിനും അതേപോലെ തന്നെ വിക്ടിമിനും കൊടുക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 230.
അപ്പോൾ ഒരു വാറന്റ് കേസ് ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് കോടതി ആദ്യം നോക്കേണ്ടത് ഇതിന്റെ കോപ്പിയും കാര്യങ്ങളും ഒക്കെ അക്യൂസിനും വിക്ടിമിനും എത്തിയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. കോടതിക്ക് മുന്നിൽ പോലീസ് കുറേ അധികം ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യും. FIR, ചാർജ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ്സ്, കൺഫെഷൻസ്, മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സോ എക്സ്ട്രാക്റ്റുകളോ ഉണ്ടെങ്കിൽ ഇതൊക്കെ കേസിന് റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് ചാർജ് ഷീറ്റിനോടൊപ്പം അഥവാ പോലീസ് റിപ്പോർട്ടിനോടൊപ്പം കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. കോടതി ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഒരു കോപ്പി വിത്തിൻ 14 days എന്നാണ് കേട്ടോ ടൈം പീരീഡ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ എന്ത് ചെയ്യണം? അക്യൂസിനും വിക്ടിമിനും കൊടുക്കണം. ഇതാണ് സെക്ഷൻ 230 പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ 261 പറഞ്ഞിരിക്കുന്നത് ഒരു പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോടതിയിലേക്ക് വാറന്റ് കേസ് എത്തിക്കഴിഞ്ഞാൽ ആ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആദ്യം ചെയ്യേണ്ടത് സെക്ഷൻ 230 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയാണ്. അതായത് സെക്ഷൻ 230 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? ഒരു കോപ്പി ഇവർക്ക് കൈമാറണം. നമുക്ക് വായിച്ചു നോക്കിയാലോ. വെൻ ഇൻ എനി വാറന്റ് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ എ പോലീസ് റിപ്പോർട്ട് ദി അക്യൂസ്ഡ് അപ്പിയേഴ്സ് or is brought before a judicial magistrate at the commencement of the trial, the judicial magistrate shall satisfy himself that he has complied with the provisions of section 230. മജിസ്ട്രേറ്റ് എന്താ ചെയ്യേണ്ടത്? മജിസ്ട്രേറ്റ് ആദ്യം ഉറപ്പുവരുത്തണം താൻ 230 പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പാലിക്കണം എന്ന്. അതായത് മജിസ്ട്രേറ്റ് ആദ്യം ചെയ്യേണ്ടത് സെക്ഷൻ 230 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അടുത്തത് സെക്ഷൻ 262 ആണ്. വെൻ അക്യൂസ്ഡ് ഷാൽ ബി ഡിസ്ചാർജ്. എപ്പോഴാണ് നമുക്ക് അക്യൂസ്ഡിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ അവിടെ പഠിച്ച അതേ പ്രോസസ്സാണ് ഇവിടെയും പറയുന്നത്. അക്യൂസ്ഡിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അക്യൂസ്ഡ് എന്ത് ചെയ്യണം? ഒരു ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. ഈ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്റ് ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 230 പ്രകാരം ഡോക്യുമെന്റ്സിന്റെ കോപ്പി മജിസ്ട്രേറ്റ് അത് അക്യൂസ്ഡിന് സബ്മിറ്റ് കൊടുക്കുമല്ലോ. അങ്ങനെ മജിസ്ട്രേറ്റ് കോപ്പി സപ്ലൈ ചെയ്യുന്ന ആ ദിവസം മുതൽ, സപ്ലൈ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ, കിട്ടുന്ന സപ്ലൈ ചെയ്യുന്ന റിസീവ് ചെയ്യുന്ന ദിവസമല്ല, അക്യൂസ്ഡ് കോപ്പി റിസീവ് ചെയ്യുന്ന ദിവസമല്ല, മജിസ്ട്രേറ്റ് ഇത് സപ്ലൈ ചെയ്യുന്ന അന്ന് മുതൽ 60 ദിവസത്തെ സമയമാണ് നമ്മുടെ അക്യൂസ്ഡിനുള്ളത്. ഈ 60 ദിവസത്തിനുള്ളിൽ അക്യൂസ്ഡ് എന്ത് ചെയ്തിരിക്കണം? ഡിസ്ചാർജിന് വേണ്ടിയിട്ട് തന്നെ ഈ കേസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി if upon considering the police report and the documents sent with it under section 193 and making such examination if necessary of the accused as the magistrate thinks necessary, and after giving the prosecution and accused an opportunity of being heard, the magistrate considers that the charge against the accused to be groundless, he shall discharge the accused and record his reasons for so doing. എന്താ പറഞ്ഞിരിക്കുന്നത്? 193 അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുന്ന പോലീസ് റിപ്പോർട്ടും മറ്റ് ഡോക്യുമെന്റ്സും ഒക്കെ 193 പോലീസ് റിപ്പോർട്ടിന്റെ സബ്മിഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 193 അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുന്ന പോലീസ് റിപ്പോർട്ടും മറ്റ് ഡോക്യുമെന്റ്സും ഒക്കെ നമ്മുടെ മജിസ്ട്രേറ്റ് നോക്കി. അതോടൊപ്പം തന്നെ അക്യൂസ്ഡിനെ അതിൻ്റെയൊക്കെ എക്സാമിനേഷൻ നടത്തി. അതേപോലെ തന്നെ അക്യൂസ്ഡിനെ എക്സാമിൻ ചെയ്തു. എന്നിട്ട് പ്രോസിക്യൂഷനും അക്യൂസ്ഡിനും പറയാനുള്ളതൊക്കെ കേട്ടു. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ മജിസ്ട്രേറ്റിന് മനസ്സിലാവുകയാണ് അക്യൂസിന് മുകളിൽ ചുമത്തിയിരിക്കുന്ന ചാർജസ് ഗ്രൗണ്ട്ലെസ് ആണ്, ഒരു കാരണവുമില്ല, അതിലൊരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ നമ്മുടെ മജിസ്ട്രേറ്റിന് അക്യൂസ്ഡിനെ കാരണങ്ങൾ വ്യക്തമാക്കിയ ശേഷം എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? പോലീസ് റിപ്പോർട്ടും അതിനോടൊപ്പം കിട്ടിയിരിക്കുന്ന ഡോക്യുമെന്റ്സും മജിസ്ട്രേറ്റ് അക്യൂസ്ഡിനെ എക്സാമിൻ ചെയ്യും. കൂടാതെ അക്യൂസ്ഡിനും പ്രോസിക്യൂഷനും പറയാനുള്ളത് മുഴുവൻ കേൾക്കും, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കും. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മജിസ്ട്രേറ്റിന് മനസ്സിലാവുകയാണ് അക്യൂസിന് മുകളിൽ ചുമത്തിരിക്കുന്ന ചാർജസ് ഗ്രൗണ്ട്ലെസ് ആണ്, ഒരു കാര്യവുമില്ല. അങ്ങനെയെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റും അക്യൂസിനെ കാരണങ്ങൾ വ്യക്തമാക്കിയ ശേഷം. ഇനി നമുക്കറിയാം ഡിസ്ചാർജൽ നടന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് ആണ് അല്ലേ? അപ്പം സെക്ഷൻ 263 ഫ്രെയിമിംഗ് ഓഫ് ചാർജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മുതലാണ് ആക്ച്വൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ വരെയും പ്രീ ട്രയൽ പ്രൊസീജിയേഴ്സ് ആയിരുന്നു. എന്താണ് ഫ്രെയിമിംഗ് ഓഫ് ചാർജസ്? ഇഫ് അപ്പോൺ സച്ച് കൺസിഡറേഷൻ എക്സാമിനേഷൻ ഇഫ് എനി ആൻഡ് ഹിയറിംഗ്, നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സും പോലീസ് റിപ്പോർട്ടൊക്കെ കൺസിഡർ ചെയ്തു, അക്യൂസ്ഡിനെ എക്സാമിൻ ചെയ്തു, പാർട്ടീസിനെ ഹിയർ ചെയ്തു, ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം magistrate is of the opinion that there is ground for presuming that the accused has committed an offence triable under this chapter. മജിസ്ട്രേറ്റ് മനസ്സിലാവുകയാണ് മതിയായ കാരണങ്ങളുണ്ട് വിശ്വസിക്കാനായിട്ട് അക്യൂസ്ഡ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, അതൊരു വാറന്റ് കേസ്,
ചെയ്തിട്ടുണ്ട് എന്ന് മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുകയാണ്. വിച്ച് സച്ച് മജിസ്ട്രേറ്റ് ഈസ് കോമ്പീറ്റന്റ് ടു ട്രൈ. ഈ മജിസ്ട്രേറ്റിന് ഈ കേസ് ഡീൽ ചെയ്യാൻ പറ്റും. കാരണം ഡീൽ ചെയ്യാൻ പറ്റിയില്ല, എക്സ്ക്ലൂസീവ്ലി സെഷൻസ് കോർട്ട് ട്രൈ ചെയ്യേണ്ട കേസാണെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിത് ഡീൽ ചെയ്യാൻ പറ്റും. ആൻഡ് വിച്ച് ഇൻ ഹിസ് ഒപ്പീനിയൻ കുഡ് ബി അഡിക്വേറ്റ്ലി പണിഷ്ഡ് ബൈ ഹിം. എനിക്ക് ട്രൈ ചെയ്യാൻ മാത്രമല്ല, കറക്റ്റായിട്ട് ഈ കുറ്റത്തിന് ശിക്ഷ കൊടുക്കാനുള്ളൊരു എന്റെ സെന്റൻസിങ് പവറിനുള്ളിലാണ് ഈ കുറ്റത്തിന്റെ ശിക്ഷ. അപ്പൊ തനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെന്നും തന്റെ സെന്റൻസിങ് പവറിനുള്ളിലാണെന്നൊക്കെ മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടു. ഇത്രയും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് എന്താ ചെയ്യണ്ടേ? ചാർജുകൾ ഫ്രെയിം ചെയ്യണം അക്യൂസിന് അഗേൻസ്റ്റ് ആയിട്ട്. മാക്സിമം ചാർജ് ഫ്രെയിം ചെയ്യാനുള്ള ഹിയറിംഗിന്റെ അന്ന് മുതൽ 60 ദിവസത്തെ സമയമാണ് അക്യൂസിന് നമ്മുടെ മജിസ്ട്രേറ്റിന് എന്തുള്ളത് ഫ്രെയിമിംഗ് ഓഫ് ചാർജസിന് എടുക്കാൻ സാധിക്കും. അതായത് ഈ ദിവസം അക്യൂസ്ഡ് ഡോക്യുമെന്റ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് പറയത്തില്ലേ, ഞാൻ നിനക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഗ്രൗണ്ട്സ് ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ചാർജ് ഫ്രെയിം ചെയ്യാൻ പോകുകയാണ് എന്ന് പറയുന്ന ആ ദിവസം ചാർജിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ഹിയറിംഗിന്റെ അന്ന് മുതൽ 60 ഡേയ്സ് സമയമാണ് നമ്മുടെ മജിസ്ട്രേറ്റിനുള്ളത് ചാർജുകൾ ഫ്രെയിം ചെയ്യാനായിട്ട്. ദ ചാർജ് ഷാൽ ദെൻ സെയിം സ്റ്റെപ്പാണ്. എപ്പോഴും ചാർജുകൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ആ ചാർജുകൾ ഏതൊക്കെയാണെന്നും അത് എന്തൊക്കെയാണെന്നും അത് എവിടൊക്കെയാണ് ഏത് സെക്ഷനിലാണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ, അതായത് എന്താണ് ആ സംഭവം എന്നുള്ള കാര്യം വിവരിച്ചു കൊടുക്കണം നമ്മൾ അക്യൂസ്ഡിന്. ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് കംപ്ലീറ്റ് ആവുന്നത് ഇത്തരത്തിൽ വിവരിച്ചു കൊടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ചാർജ് എന്താ ചെയ്യാ, നമ്മൾ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അക്യൂസ്ഡിന്. എന്നിട്ട് നമ്മൾ അക്യൂസ്ഡിനോട് ചോദിക്കും, അയാൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പാകുമ്പോൾ നമ്മൾ അയാളോട് ചോദിക്കും, ഇത്രയും ചാർജുകളാണ് നിനക്ക് മുകളിൽ ചുമത്തിയിരിക്കുന്നത്, നീ കുറ്റസമ്മതം നടത്തുന്നുണ്ടോ, നീ ഗിൽറ്റി പ്ലീഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ട്രയലിന് വിധേയനാകാൻ തയ്യാറാണോ? അപ്പൊ അയാൾ പറയുമല്ലോ കുറ്റസമ്മതമാണോ അതോ ട്രയൽ ചെയ്യാനാണോ, കുറ്റം സമ്മതിക്കുന്നില്ല ട്രയൽ ചെയ്തോളൂ എന്ന് എന്തെങ്കിലും ഒരു ഉത്തരം തരുമല്ലോ. അപ്പം നമ്മൾ ചോദിക്കണം, നീ കുറ്റം സമ്മതിക്കുന്നുണ്ടോ അതോ ട്രയൽ നടക്കട്ടെ എന്ന് ചോദിക്കാം. അടുത്തതാണ് സെക്ഷൻ 264, കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി. കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് എന്താ ചെയ്യുക? അദ്ദേഹം പറയുന്ന കുറ്റസമ്മത മൊഴി എങ്ങനെയാണോ അത് അതേപോലെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതിനുശേഷം മജിസ്ട്രേറ്റിന് മനസ്സിലാവുകയാണ് ആ കുറ്റസമ്മത മൊഴി വളരെ സത്യസന്ധമാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ശിക്ഷ കൊടുക്കാം. അല്ല, കുറ്റസമ്മത മൊഴിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മജിസ്ട്രേറ്റിന് മനസ്സിലാവുന്നത് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ട്രയലിലേക്ക് മുൻപോട്ട് പോകാം. അല്ലെങ്കിൽ പോലും അയാൾ കുറ്റസമ്മതം നടത്തിയില്ലെങ്കിലും നമ്മൾ എന്തിലേക്കാണ് വരുന്നത്? ട്രയലിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം സെക്ഷൻ 265 എവിഡൻസ് ഫോർ പ്രോസിക്യൂഷൻ. എവിഡൻസ് ഫോർ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എപ്പോഴാണ് നമ്മൾ പോവുക? ഒന്നുകിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് പ്ലീ ഓഫ് ഗിൽറ്റി, കുറ്റസമ്മതം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അക്യൂസ്ഡ് കുറ്റസമ്മതം നടത്തുന്നില്ല, അങ്ങനെയെങ്കിൽ നമ്മൾ എവിഡൻസ് ഓഫ് പ്രോസിക്യൂഷനിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇനി അക്യൂസ്ഡ് കുറ്റസമ്മതം നടത്തി, എന്നാൽ മജിസ്ട്രേറ്റ് ആ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ശിക്ഷ വിധിച്ചില്ല, അങ്ങനെയെങ്കിലും നമ്മൾ എവിഡൻസ് ഓഫ് പ്രോസിക്യൂഷൻ സ്റ്റേജിലേക്ക് പോകും. അഥവാ ശിക്ഷ വിധിച്ചിരുന്നുവെങ്കിൽ കേസ് അവിടെ അവസാനിച്ചേനെ. ഓക്കെ, അപ്പൊ സെക്ഷൻ 265 എവിഡൻസ് ഫോർ പ്രോസിക്യൂഷൻ. ഇവിടെ എന്താ പറയുന്നത്? ഇഫ് ദി അക്യൂസ്ഡ് റെഫ്യൂസസ് ടു പ്ലീഡ്, ഒന്നുകിൽ അക്യൂസ്ഡ് കുറ്റസമ്മതം നടത്തുന്നില്ല, ഓർ ഡസ് നോട്ട് പ്ലീഡ്, അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്താൻ സമ്മതിക്കുന്ന പോലും ഇല്ല, ഓർ ക്ലെയിംസ് ടു ബി ട്രൈഡ്, അല്ലെങ്കിൽ അദ്ദേഹം എന്തിന് തയ്യാറാവുകയാണ്? എന്നെ ട്രയൽ നടത്തിക്കോളൂ, വിചാരണ നടത്തിക്കോളൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തി പക്ഷെ മജിസ്ട്രേറ്റ് 264ന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ കൊടുത്തില്ല. അപ്പൊ ഇത്രയും സാഹചര്യങ്ങളിലാണ് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് പ്രോസിക്യൂഷന്റെ വിറ്റ്നസ്സുകളെ എക്സാമിൻ ചെയ്യാനായിട്ട് ഒരു ദിവസം ഫിക്സ് ചെയ്യും. ട്രയൽ പ്രൊസീജിയറിന്റെ ബേസിക് സ്റ്റെപ്സ് എപ്പോഴും സെയിം ആയിരിക്കും. അവിടെ പഠിച്ചത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. പക്ഷെ കോടതികളിലും സമയത്തിലും പവറിലും ഒക്കെ കുറച്ച് വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. മജിസ്ട്രേറ്റ് അപ്പൊ എന്താ ചെയ്യുക? ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും വിറ്റ്നസ്സുകളുടെ എക്സാമിനേഷന് വേണ്ടിയിട്ട്. Provided that the magistrate shall supply in advance to the accused statement of witnesses recorded during investigation by police. ഈ വിറ്റ്നസ്സുകളുടെ എക്സാമിനേഷന് വേണ്ടിയിട്ട് മജിസ്ട്രേറ്റ് ഒരു ദിവസം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ കേസിലൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ വിറ്റ്നസ്സുകളെയൊക്കെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നൊരു കേസല്ലേ. അതായത് ഓൾറെഡി പോലീസ് വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടായിരിക്കും, നമ്മൾ പഠിച്ചതാണത്. അപ്പൊ പോലീസ് സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത വിറ്റ്നസ്സുകളെ ആയിരിക്കുമല്ലോ പ്രോസിക്യൂഷൻ കൊണ്ടുവരിക. അപ്പൊ ഈ പോലീസ് എടുത്ത സ്റ്റേറ്റ്മെന്റുകളുടെ ഒരു കോപ്പി, വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കോപ്പി അക്യൂസ്ഡിന് ഈ ഹിയറിംഗ് ഡേറ്റിന് മുന്നേ തന്നെ കോടതി എന്ത് ചെയ്തിരിക്കണം? കൈമാറിയിരിക്കണം.
ഫോർ എക്സാമ്പിൾ ഹിയറിംഗ് ഡേറ്റ് നെക്സ്റ്റ് 12-ാം തീയതി വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് മുന്നേ തന്നെ മജിസ്ട്രേറ്റ് അഡ്വാൻസ് ആയിട്ട്, അപ്പോൾ അതിന് മുന്നേ തന്നെ വിറ്റ്നസുകളുടെ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു കോപ്പി എന്ത് ചെയ്തിരിക്കണം, ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പോലീസ് വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുന്നതിന് ഒരു കോപ്പി അക്യൂസ്ഡിന് കൊടുത്തിരിക്കണം. ഹിയറിംഗ് ഡേറ്റിന് അക്യൂസ്ഡ് വരുമ്പോൾ ഇത് വായിച്ചിട്ടായിരിക്കണം അക്യൂസ്ഡ് വരേണ്ടത്. കാരണം എന്നാൽ മാത്രമല്ലേ ക്രോസ് എക്സാമിനേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ടാണ്. The magistrate may, on application of the prosecution, issue summons to any of its witness directing him to attend or produce any document or other thing. Magistrate എന്ത് ചെയ്യാം, പ്രോസിക്യൂഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ സമൻസ് ഒക്കെ അയക്കാം. വിറ്റ്നസുകളെ വിളിച്ചു വരുത്താനായിട്ടും ഡോക്യുമെന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ സമൻസ് അയക്കും. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സമൻസ് ആണ് അയക്കുക എന്ന്, അല്ലാതെ ജനറലി പ്രോസസ് ഇഷ്യൂ ചെയ്യുക എന്നല്ല പറഞ്ഞത്. അതായത് പ്രോസസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ സമൻസ് വരാം, വാറണ്ട് വരാം, അങ്ങനെ കുറെ കാര്യങ്ങൾ വരാം അല്ലേ. പക്ഷെ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, കാരണം വിറ്റ്നസുകളെയാണ് വിളിക്കുന്നത്, വിറ്റ്നസുകൾക്ക് നമ്മൾ സമൻസ് ആണ് അയക്കുക. അപ്പോൾ വിറ്റ്നസുകളെ വിളിച്ചു വരുത്താനായിട്ട് സമൻസ് അയക്കാനുള്ള ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കാം. ഓൺ ദ ഡേറ്റ് സോ ഫിക്സ്ഡ്, ഇനി എന്നാണോ ഹിയറിംഗിന് വേണ്ടി കോടതി ഫിക്സ് ചെയ്തിരിക്കുന്ന ദിവസം, ദി മാജിസ്ട്രേറ്റ് ഷാൽ പ്രൊസീഡ് ടു ടേക്ക് ഓൾ സച്ച് എവിഡൻസ് ആസ് മേ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ സപ്പോർട്ട് ഓഫ് ദി പ്രോസിക്യൂഷൻ. പ്രോസിക്യൂഷൻ അവരുടെ സപ്പോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ എവിഡൻസുകളും മജിസ്ട്രേറ്റ് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും, മാർക്ക് ചെയ്യാനും സ്വീകരിക്കാനും ഒക്കെ ശ്രമിക്കും. Provided that the magistrate may permit the cross-examination of any witness to be deferred until any other witness or witnesses have been examined or recall any witness for further cross-examination. നമ്മൾ ഓൾറെഡി പഠിച്ചത്, അത് കഴിഞ്ഞെടുത്തു. എന്താ പറഞ്ഞിരിക്കുന്നത്, മജിസ്ട്രേറ്റിന് പവർ ഉണ്ട്. എന്തിനുള്ള പവറാ ഉള്ളത്, ഏതെങ്കിലും പ്രത്യേക വ്യക്തികളുടെ ക്രോസ് എക്സാമിനേഷൻ കുറച്ച് വൈകിപ്പിക്കാം. എപ്പോൾ വരെ വൈകിപ്പിക്കാം, ഇവർക്ക് മുന്നേ മറ്റേതെങ്കിലും വ്യക്തിയുടെയോ ക്രോസ് എക്സാമിനേഷൻ കഴിയട്ടെ, അല്ലെങ്കിൽ അവരുടെ ക്രോസ് എക്സാമിനേഷൻ കഴിയുന്നത് വരെ ചില വ്യക്തികളുടെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യരുത് എന്ന് മജിസ്ട്രേറ്റിന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഒരു തവണ ക്രോസ് എക്സാമിനേഷൻ ചെയ്ത ആളെ ഒന്നുകൂടി വിളിച്ച് റീകോൾ ചെയ്ത് ഫർദർ ക്രോസ് എക്സാമിനേഷന് വിധേയമാക്കാനൊക്കെ മജിസ്ട്രേറ്റിന് പറ്റും. ഫോർ എക്സാമ്പിൾ ഒരാളെ ക്രോസ് എക്സാമിൻ ചെയ്തു, മജിസ്ട്രേറ്റിന് എന്തൊക്കെ ഡൗട്ട് ഉണ്ട് അയാളുടെ സ്റ്റേറ്റ്മെന്റ്സിൽ, അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റിന് അയാളെ ഒന്നുകൂടി വിളിച്ചു വരുത്താം, റീകോൾ ചെയ്യാം, എന്നിട്ട് ഒന്നുകൂടി ക്രോസ് എക്സാമിനേഷന് വിധേയമാക്കാം. ഇങ്ങനെ ക്രോസ് എക്സാമിനേഷൻ വൈകിപ്പിക്കാനും റീകോൾ ചെയ്ത് ഒന്നുകൂടി ക്രോസ് എക്സാമിനേഷന് വിധേയനാക്കാനും ഒക്കെ മജിസ്ട്രേറ്റിന് പറയാൻ പറ്റും. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എവിഡൻസ് ഓഫ് എ വിറ്റ്നസ് അണ്ടർ ദിസ് സബ്സെക്ഷൻ മേ ബി ഓൾസോ റെക്കോർഡഡ് ബൈ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. അറിയാല്ലേ. അടുത്തതാണ് എവിഡൻസ് ഫോർ ഡിഫൻസ്. അപ്പോൾ ഇതിനിടയിലുള്ള, അതായത് പ്രോസിക്യൂഷന്റെ എവിഡൻസ് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രോസിക്യൂഷന്റെ എവിഡൻസ് എടുത്തതിന് ശേഷം മജിസ്ട്രേറ്റിന് ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ അക്യൂസിനെ വിട്ടയക്കാം അല്ലേ. പക്ഷെ ആ ഒരു സംഭവം ഇവിടെ ഇല്ല. പ്രോസിക്യൂഷൻ എവിഡൻസ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിഫൻസ് എവിഡൻസ് ആണ്. പ്രോസിക്യൂഷൻ എവിഡൻസ് എടുത്തിട്ട് അതിനിടയിൽ ഒരു ഡിസ്ചാർജ് പ്രൊവിഷൻ നമ്മുടെ മജിസ്ട്രേറ്റുകൾക്ക് മുന്നിലുള്ള ട്രയലിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ 266 എവിഡൻസ് ഫോർ ഡിഫൻസ്. പ്രോസിക്യൂഷന്റെ എവിഡൻസ് ഒക്കെ കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ മജിസ്ട്രേറ്റ് അക്യൂസ്ഡിനോട് എന്താ പറയാ, നിന്റെ ഡിഫൻസ് തരാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മജിസ്ട്രേറ്റ് ആവശ്യപ്പെടും. The accused shall then be called upon to enter upon his defense and produces evidence. മജിസ്ട്രേറ്റിന് മുന്നിൽ ഡിഫൻസ് അവരുടെ എവിഡൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. If the accused puts in any written statement, magistrate shall file it with the record. അക്യൂസ്ഡ് എന്തെങ്കിലും റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരികയാണെങ്കിൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യും, അത് റെക്കോർഡിൽ സ്വീകരിക്കും. Subsection 2. If the accused, after he has entered upon his defense, applies to magistrate to issue any process for compelling the attendance of any witness for the purpose of examination or cross-examination or the production of any document or thing, മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഡിഫൻസിൽ കയറിയതിനു ശേഷം, അതായത് തന്റെ ഡിഫൻസ് സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മജിസ്ട്രേറ്റിനോട് അക്യൂസ്ഡ് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ചില വിറ്റ്നസുകളുടെ ആവശ്യമുണ്ട്, ചില ഡോക്യുമെന്റ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, ഇവരൊക്കെ എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും ഒക്കെ എനിക്ക് ഇവരെ വേണം, ഇവരെയൊക്കെ ഒന്ന് പ്രോസസ്സുകൾ ഇഷ്യൂ ചെയ്ത് വിളിച്ചു വരുത്തണം എന്ന് മജിസ്ട്രേറ്റിനോട് ആപ്ലിക്കേഷൻ കൊടുക്കും. അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റ് എന്താ ചെയ്യേണ്ടത്, അൺലെസ് മജിസ്ട്രേറ്റിന് തോന്നുകയാണ് ഈ ആപ്ലിക്കേഷൻ മനഃപൂർവ്വം കേസ് ഡിലേ ആക്കാനോ ജസ്റ്റിസ് ഡിഫീറ്റ് ചെയ്യാനോ അനാവശ്യമായി വെക്സേഷനോ, അതായത് ഒരു കാരണവുമില്ലാതെയൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ അക്യൂസ്ഡ് തരുന്നത്, വെറുതെ വിറ്റ്നസുകളെ വിളിച്ച് സമയം കളയാനാണെങ്കിൽ മജിസ്ട്രേറ്റ് അത് റെഫ്യൂസ് ചെയ്യാം ആ ആപ്ലിക്കേഷൻ. അല്ലാത്ത പക്ഷം ആവശ്യമായവരാണ് എന്ന് മജിസ്ട്രേറ്റിന് തോന്നുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം, അധികം സമയമൊന്നും എടുക്കാതെ തന്നെ പ്രോസസ്സുകൾ ഇഷ്യൂ ചെയ്തിട്ട് ആൾക്കാരെ എന്ത് ചെയ്യണം, വിളിച്ചു വരുത്തണം. ക്ലിയർ അല്ലേ? ദി മാജിസ്ട്രേറ്റ് ഷാൽ ഇഷ്യൂ സച്ച് പ്രോസസ്സസ്
unless he considers that the application should be refused. Refuse ചെയ്യണം on the ground that it is made for the purpose of vexation, delay, defeating ends of justice, and such ground shall be recorded by him in writing. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തവണ അക്യൂസ്ഡ് ഏതെങ്കിലും ആൾക്കാരെ വിളിക്കാൻ പ്രോസസ് ഇഷ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ മജിസ്ട്രേറ്റിന് കൊടുത്തു. മജിസ്ട്രേറ്റ് ആ ആപ്ലിക്കേഷൻ ഏതെങ്കിലും കാരണത്തിൽ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാരണത്താലാണ് മജിസ്ട്രേറ്റ് അത് റെഫ്യൂസ് ചെയ്യുന്നതെന്ന് മജിസ്ട്രേറ്റ് എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? Provided that when the accused has cross-examined or had the opportunity of cross-examining any witness before entering on his defense, the attendance of such witness shall not be compelled under this section unless the magistrate is satisfied that it is necessary for the ends of justice. അതായത് ചില സമയത്ത് പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പ്രോസിക്യൂഷൻ ഒരു വിറ്റ്നസിനെ പ്രസന്റ് ചെയ്തു, അക്യൂസ്ഡ് ഓൾറെഡി ആ വിറ്റ്നസിനെ അപ്പോൾ ക്രോസ് എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അക്യൂസ്ഡ് മീൻസ് അക്യൂസ്ഡിന്റെ അഡ്വക്കേറ്റ് ഓൾറെഡി ക്രോസ് എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അക്യൂസ്ഡ് തന്റെ ഡിഫൻസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജുകളിൽ എപ്പോഴെങ്കിലും, തന്റെ വിറ്റ്നസ്സുകൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അക്യൂസ്ഡിന് ഒരു വിറ്റ്നസിനെ ക്രോസ് എക്സാമിൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ക്രോസ് എക്സാമിൻ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അക്യൂസ്ഡ് മേ ബി ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ക്രോസ് എക്സാമിൻ ചെയ്യാമായിരുന്നു. പക്ഷെ ചെയ്തോ ഇല്ലയോ നോക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഒരു വിറ്റ്നസിനെ ക്രോസ് എക്സാമിൻ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ക്രോസ് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിറ്റ്നസിന്റെ അറ്റൻഡൻസ് അക്യൂസ്ഡ് ഒന്നുകൂടി ആവശ്യപ്പെടാനായിട്ട് പറ്റത്തില്ല. അൺലെസ് മജിസ്ട്രേറ്റിന് മനസ്സിലാവുകയാണ് ഓക്കെ അപ്പോൾ അയാളത് ക്രോസ് എക്സാമിൻ ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ഈ വിറ്റ്നസിനെ ക്രോസ് എക്സാമിനേഷൻ നടത്തേണ്ടത് കേസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മജിസ്ട്രേറ്റ് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ മാത്രമേ മജിസ്ട്രേറ്റ് അത്തരത്തിലുള്ള വിറ്റ്നസ്സുകളെ വിളിച്ചു വരുത്താനായിട്ട് പ്രോസസ്സുകൾ ഇഷ്യൂ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവരെ കമ്പൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താണ്, ഓൾറെഡി അക്യൂസ്ഡ് തന്റെ ഡിഫൻസുകൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നത്തെ ഏതെങ്കിലും സ്റ്റേജിൽ ഒരു വിറ്റ്നസിനെ ക്രോസ് എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലോ ഒരു വിറ്റ്നസിനെ ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, മേ ബി ചെയ്തിട്ടുണ്ടാവില്ല എങ്കിൽ പോലും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ചെയ്യാമായിരുന്നു, അത് ചെയ്യാത്ത അവരുടെ പ്രശ്നമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസസ് ആണ് അതേ വിറ്റ്നസിനെ തന്നെ ഒന്നുകൂടി വിളിച്ചു വരുത്താനായിട്ട് അക്യൂസ്ഡ് ആപ്ലിക്കേഷൻ കൊടുത്താൽ മജിസ്ട്രേറ്റ് അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, മജിസ്ട്രേറ്റ് അവരെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മജിസ്ട്രേറ്റ് തന്നെ മനസ്സിലാവുകയാണ് കേസിന്റെ ഈ സ്റ്റേജിൽ ഇവരുടെ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി ഓപ്പർച്യൂണിറ്റി ഉള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി ക്രോസ് എക്സാമിൻ ചെയ്തതായിക്കോട്ടെ, ഒന്നുകൂടി അവരെ വിളിച്ച് വരുത്തേണ്ടത് കേസിന് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റിസിന് നീതി നടപ്പാക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി പ്രോസസ് ഇഷ്യൂ ചെയ്ത് അവരെ കമ്പൽ ചെയ്യാൻ പറ്റും. The magistrate may, before summoning any witness on application under subsection 2, require that the reasonable expenses incurred by the witness in attending for the purpose of the trial be deposited in the court. മജിസ്ട്രേറ്റിന് ഏതെങ്കിലുമൊക്കെ വിറ്റ്നസ്സുകളെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്നതിന് മുന്നേ അക്യൂസിനോട് ആവശ്യപ്പെടാം അവരെ വിളിച്ചു വരുത്താനാകുന്ന എക്സ്പെൻസ് എന്താണോ അത് ഓൾറെഡി നീ കോർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, എന്നിട്ട് ഞാൻ വിളിച്ചു വരുത്തു എന്ന് പറയാം. ഇത് ഡിസ്ക്രിപ്ഷൻ ആണ്, എല്ലാ കേസിലും മജിസ്ട്രേറ്റ് ഇങ്ങനെ പറയണമെന്നില്ല. ആവശ്യമെങ്കിൽ തോന്നുകയാണ് മജിസ്ട്രേറ്റ് മേ ബി ഒരുപാട് ദൂരമുള്ള ഒരാളാണ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് പറയാം നീ അവരിവിടെ എത്താനുള്ള എക്സ്പെൻസ് എത്രയാണോ ആ കോസ്റ്റ് കോടതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അതിനുശേഷം ഞാൻ പ്രോസസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പാർട്ട് എ ഇത്രയുമായിരുന്നു. പാർട്ട് എയിൽ നമ്മൾ പഠിച്ചത് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കേസുകളാണ്. ഈ പാർട്ട് എയുടെ കൺക്ലൂഷൻ, അതായത് എവിഡൻസ് ഓഫ് ഡിഫൻസും കൂടി കഴിഞ്ഞാൽ ഇനി വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് 271 അക്വിറ്റൽ ഓർ കൺവിക്ഷൻ ആണ്. 267 അല്ലായിരുന്നു അത് നമ്മൾ ആദ്യം പഠിച്ചു നിർത്തിയത്? യെസ്, സോറി 266 എവിഡൻസ് ഫോർ ഡിഫൻസ് കഴിഞ്ഞാൽ അടുത്തത് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് 271 ആണ്, അക്വിറ്റൽ ഓർ കൺവിക്ഷൻ ആണ്. അത് ഓർമ്മ വേണം കേട്ടോ. ഇടയിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് കംപ്ലൈന്റ് കേസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന എന്താ പറയാ കേസ്, വാറന്റ് കേസ് മജിസ്ട്രേറ്റ് ഡീൽ ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. അതിനുശേഷമായി പാർട്ട് സിയിൽ രണ്ടിനും കൂടി ഒരുമിച്ച് കോമൺ ആയിട്ടാണ് പാർട്ട് സിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നത്, കൺക്ലൂഷൻ ഓഫ് ട്രയൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് കടക്കാം, അടുത്ത പാർട്ടിലേക്ക് കടക്കാം. അടുത്ത പാർട്ടിൽ പറയുന്നത് പോലീസ് റിപ്പോർട്ട് അല്ലാതെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തുന്ന കേസുകളാണ്. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ എത്തുന്ന കേസുകൾ മജിസ്ട്രേറ്റ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സെക്ഷൻ 267 എവിഡൻസ് ഫോർ പ്രോസിക്യൂഷൻ. When in any warrant case instituted otherwise than on a police report, the accused appears or is brought before a magistrate, the magistrate shall proceed to hear the prosecution. അപ്പം വാറന്റ് കേസ് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അത്തരത്തിലൊരു കേസിൽ അക്യൂസ്ഡ് മജിസ്ട്രേറ്റിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റ് ആദ്യം തന്നെ ചെയ്യുക എന്തായിരിക്കും, പ്രോസിക്യൂഷന് പറയാനുള്ളത് കേൾക്കുകയായിരിക്കും.
proceed to hear the prosecution and take all the evidence as may be produced in support of the prosecution. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എവിഡൻസ് നടക്കുക. അപ്പോൾ വാറന്റ് കേസ് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെയാണ് വരുന്നതെങ്കിൽ അതിന് മുന്നേ നമ്മൾ പഠിച്ച സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ. അതായത് അക്യൂസിനോട് ഡിസ്ചാർജ് ചെയ്യുക, അതേപോലെ തന്നെ അക്യൂസിനോട് പ്ലീ ഓഫ് ഗിൽറ്റി ചോദിക്കുക, ഇതൊന്നുമില്ല. ഡയറക്റ്റ്ലി പോകുന്നത് എവിഡൻസിലേക്കാണ്. എന്താ ചെയ്യുക, പ്രോസിക്യൂഷനോട് പറയും നിങ്ങൾക്ക് എന്തൊക്കെ എവിഡൻസാണ് ഉള്ളത് അതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അവരെന്ത് ചെയ്യണം, അപ്പം അവരുടെ സപ്പോർട്ടായിട്ടുള്ള എല്ലാ എവിഡൻസുകളും സബ്മിറ്റ് ചെയ്യുക. ദി മാജിസ്ട്രേറ്റ് മേ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ദി പ്രോസിക്യൂഷൻ, മജിസ്ട്രേറ്റിന് പ്രോസിക്യൂഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിറ്റ്നസ്സുകളെയും ഡോക്യുമെന്റ്സിനെയൊക്കെ വിളിച്ചു വരുത്താനായിട്ട് അതിനെയൊക്കെ പ്രൊഡക്ഷൻ കമ്പൽ ചെയ്യാനായിട്ട് പ്രോസസ്സുകളൊക്കെ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓർത്ത് വെക്കുക, പോലീസ് റിപ്പോർട്ട് അല്ലാതെ ഒരു വാറന്റ് കേസ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് തന്നെ കേസ് വന്നു, അക്യൂസ്ഡ് കോടതിയിൽ ഹാജരായാലും ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ പ്രോസിക്യൂഷന്റെ എവിഡൻസ് എടുക്കലാണ്. ഓക്കെ, അടുത്തത് 268 when accused shall be discharged. ഇനി ഇവിടെ ഡിസ്ചാർജ് സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? പ്രോസിക്യൂഷന്റെ എവിഡൻസിന് ശേഷം ആ എവിഡൻസിൽ നിന്നും കോടതിക്ക് മനസ്സിലാവുകയാണ് ഈ പറയുന്ന രീതിയിലുള്ള ചാർജുകളൊന്നും അക്യൂസിന് മുകളിൽ ചുമത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാൻ സാധിച്ചില്ല, ചെറുതായിട്ടെങ്കിലും കോടതിക്ക് മുന്നിൽ ഈ അക്യൂസിന് മുകളിലുള്ള കുറ്റം എന്താണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇങ്ങനെയെങ്കിലാണ് ഡിസ്ചാർജ് സംഭവിക്കാം. ഓക്കെ, വായിച്ചു നോക്കിയാലോ. If upon taking all evidence referred to in section 267, പ്രോസിക്യൂഷന്റെ എല്ലാ എവിഡൻസുകളും സ്വീകരിച്ച ശേഷം the magistrate considers for reasons to be recorded, മജിസ്ട്രേറ്റിന് കാരണങ്ങൾ വ്യക്തമാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മനസ്സിലാവുകയാണ് എന്ത്, no case against the accused has been made out, അക്യൂസ്ഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസും അതായത് ഒരു ഗ്രൗണ്ടും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. which if unrebutted would warrant his conviction, അതായത് പ്രോസിക്യൂഷന് ഒന്നും തെളിയിക്കാൻ സാധിച്ചില്ല, അതായത് എന്തെങ്കിലുമൊക്കെ പ്രോസിക്യൂഷൻ എന്തെങ്കിലുമൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അതായത് പ്രോസിക്യൂഷൻ കുറച്ച് കാര്യങ്ങൾ തെളിയിച്ചു, ആ കാര്യങ്ങൾ അക്യൂസ്ഡ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ എവിഡൻസ് അക്യൂസ്ഡ് തരാൻ സാധിച്ചില്ലെങ്കിൽ അക്യൂസ്ഡിനെ ശിക്ഷിച്ചേനെ. അത്തരത്തിൽ പ്രോസിക്യൂഷൻ എന്തെങ്കിലും തെളിയിക്കണമായിരുന്നു. അതായത് പ്രോസിക്യൂഷൻ ആ അൺറിബേർട്ടഡ് ആയിരുന്നെങ്കിൽ, റിബേർട്ട് ചെയ്യാൻ മീൻസ് എതിർക്കുക, അപ്പൊ എതിർത്തില്ലായിരുന്നുവെങ്കിൽ പ്രോസിക്യൂഷൻ എന്തൊക്കെയോ തെളിയിച്ചിരുന്നു, ആ കാര്യങ്ങൾ അക്യൂസ്ഡ് എതിർക്കാൻ പറ്റിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അക്യൂസ്ഡിന് നമുക്ക് ആ കേസിൽ കൺവിക്ഷൻ ചെയ്യേണ്ടി വന്നേനെ. അത്തരത്തിൽ എന്തെങ്കിലും തെളിയിക്കാൻ ഈ കേസിലെ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അതായത് പ്രോസിക്യൂഷൻ ഒന്നും തെളിയിക്കാൻ പറ്റില്ല, അക്യൂസിന് മുകളിൽ എന്തെങ്കിലും ഒരു കുറ്റമാരോപണം, ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ ഒന്നും തന്നെ പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മനസ്സിലായോ? അതാണ് കേട്ടോ ആ അൺറിബേർട്ടഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ ഒരു കേസും അക്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ട് തെളിയിക്കാൻ സാധിച്ചില്ല. അതായത് ഇഫ് അൺറിബേർട്ടഡ്, അതായത് എന്തെങ്കിലും ഒരു സാധനം പ്രോസിക്യൂഷൻ തെളിയിച്ചു, അത് അക്യൂസ് നിരസിച്ചില്ലായിരുന്നുവെങ്കിൽ അത് കൺവിക്ഷനിൽ എത്തിയേനെ. അങ്ങനെ എന്തെങ്കിലും തെളിയിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും തന്നെയും പ്രോസിക്യൂഷൻ എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഈ കേസിൽ മേക്ക് ഔട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റ് എന്താ ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യും അക്യൂസിനെ. ക്ലിയർ ആയോ? എവിഡൻസ് എടുത്ത ശേഷം മജിസ്ട്രേറ്റിന് മനസ്സിലാവുകയാണ് പ്രോസിക്യൂഷൻ അക്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജുകളും പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അൺറിബേർട്ടഡ് ആയിരുന്നുവെങ്കിൽ കൺവിക്ഷൻ കൊടുക്കാമായിരുന്ന രീതിയിലുള്ള ഒന്നും തന്നെയും പ്രോസിക്യൂഷൻ ഇവിടെ പ്രൂവ് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ മജിസ്ട്രേറ്റ് എന്താ ചെയ്യുക, അക്യൂസിനെ ഡിസ്ചാർജ് ചെയ്യും. Nothing in this section shall be deemed to prevent a magistrate from discharging the accused at any previous stage of the case if for reasons to be recorded by such magistrate he considers the charge to be groundless. ഈ ഡിസ്ചാർജ് എന്ന് പറയുന്ന ഈ സ്റ്റേജിന് തൊട്ട് മുന്നേ ഉള്ള എവിഡൻസ് ഫോർ പ്രോസിക്യൂഷൻ സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ തന്നെ വേണമെങ്കിൽ അക്യൂസിന് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് ഇതിന് മുന്നേ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രീവിയസ് സ്റ്റേജിൽ, നമ്മൾ ഒറ്റ പ്രീവിയസ് സ്റ്റേജേ പറഞ്ഞോളൂ, അത് 267 ആണ്, എവിഡൻസ് ഓഫ് പ്രോസിക്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ സബ്സെക്ഷൻ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എവിഡൻസ് എടുത്തതിന് ശേഷമല്ല, ആ എവിഡൻസ് എടുക്കുന്ന സ്റ്റേജിലാണെങ്കിൽ പോലും, എപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ അക്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചാർജുകൾ ഗ്രൗണ്ട്ലെസ് ആണെന്ന് ജഡ്ജിന് എപ്പോൾ തോന്നിയാലും, മജിസ്ട്രേറ്റിന് എപ്പോൾ തോന്നിയാലും മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, എന്തുകൊണ്ട് തനിക്ക് അങ്ങനെ തോന്നിയെന്ന് വ്യക്തമാക്കിയ ശേഷം ഏത് സ്റ്റേജിൽ വേണമെങ്കിലും അക്യൂസിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അല്ലാതെ എവിഡൻസ് ഓഫ് പ്രോസിക്യൂഷൻ മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ 268 അടിസ്ഥാനത്തിൽ മാത്രമല്ലാതെ എവിഡൻസ് ഓഫ് പ്രോസിക്യൂഷന്റെ സ്റ്റേജിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, അക്യൂസിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് മജിസ്ട്രേറ്റിന് സാധിക്കും. പക്ഷെ എന്ത് കാരണത്താലാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, എന്തുകൊണ്ട് തനിക്കത് ഗ്രൗണ്ട്ലെസ് ആയി തോന്നി എന്നത് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അടുത്തത് സെക്ഷൻ 269 ആണ്.
വെൻ അക്യൂസ്ഡ് ഈസ് നോട്ട് ഡിസ്ചാർജ്ഡ്, നമുക്കറിയാം ഡിസ്ചാർജ് ചെയ്യപ്പെട്ടില്ല, അതായത് പ്രോസിക്യൂഷന് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതായത് പ്രോസിക്യൂഷൻ തെളിയിച്ചു ചില കാര്യങ്ങൾ, കോടതിക്ക് മനസ്സിലാവുകയാണ് ഈ കാര്യങ്ങൾ അക്യൂസ്ഡിന് അക്യൂസ്ഡ് റിവേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അക്യൂസ്ഡിന് ശിക്ഷ കൊടുക്കത്തക്ക വണ്ണമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ തെളിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അക്യൂസ്ഡിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം പ്രോസിക്യൂഷൻ തെളിയിച്ചു, അങ്ങനെയെങ്കിൽ ഡിസ്ചാർജിലേക്ക് നമ്മൾ പോകില്ല. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 269 പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് if when such evidence has been taken or at any previous stage of the case, magistrate is of the opinion that there is ground for presuming that the accused has committed an offence triable under this chapter. അക്യൂസ്ഡിനെ കോടതിയിൽ കൊണ്ടുവന്നതിന് ശേഷം എവിഡൻസ് പ്രോസിക്യൂഷൻ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ അതിന് മുന്നെയോ എപ്പോഴെങ്കിലും മജിസ്ട്രേറ്റിന് സഫീഷ്യന്റ് ഗ്രൗണ്ട്സ് ഉണ്ട്, അക്യൂസ്ഡ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ഗ്രൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് മനസ്സിലായിരിക്കുകയാണ് ഈ കേസ് എന്താണോ, ആ സെക്ഷൻ ഏത് ഒഫൻസ് ആണോ മജിസ്ട്രേറ്റ് അക്യൂസ് ചെയ്തിരിക്കുന്നത്, ആ ഒഫൻസ് ട്രൈ ചെയ്യാൻ ഞാൻ കോമ്പീറ്റന്റ് ആണ്. അതേപോലെ തന്നെ ആ കേസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാനുള്ള സെന്റൻസിങ് പവർ എനിക്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെട്ടാൽ മജിസ്ട്രേറ്റ് എന്താ ചെയ്യുക? ഫ്രെയിമിംഗ് ഓഫ് ചാർജിലേക്ക് കടക്കും, അല്ലേ? ചാർജുകൾ ഫ്രെയിം ചെയ്യാൻ തുടങ്ങും. ഇനി ചാർജുകൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പ് എന്താണ്? എപ്പോഴും ഉള്ളതുപോലെ തന്നെ ചാർജുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അക്യൂസ്ഡിന്. വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ഉടനെ നമ്മൾ ചോദിക്കുക എന്താണ്? നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സമ്മതിക്കുന്നുണ്ടോ, കുറ്റസമ്മതം നടത്തുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് ഡിഫൻസ് എടുക്കാനാണോ ആഗ്രഹം, നിങ്ങൾ ഡിഫൻസ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അക്യൂസ്ഡ് എന്ത് പറയാണ്? ഞാൻ കുറ്റം സമ്മതിക്കുന്നു, ഞാൻ ഗിൽറ്റി പ്ലീഡ് ചെയ്യാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടായിരുന്നു ഇതുവരെ നമ്മൾ പഠിച്ചത്. ക്വസ്റ്റ്യൻ ഓഫ് പ്ലീ ഓഫ് ഗിൽറ്റി വരെ ഒരു സെക്ഷനും കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി തൊട്ടടുത്ത സെക്ഷനായിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സെക്ഷനിൽ എല്ലാം ഒരൊറ്റ സെക്ഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ചാർജ് ചെയ്തില്ല, അതുകൊണ്ട് ഫ്രെയിം ചെയ്തു ചാർജസ്, ക്വസ്റ്റ്യൻ ചോദിച്ചു, ആൻസർ ഗിൽറ്റി ആണെങ്കിൽ എന്താണ്, എല്ലാം ഒരു സെക്ഷനിലാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അക്യൂസ്ഡ് ഗിൽറ്റി പ്ലീഡ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ പ്ലീ ഓഫ് ഗിൽറ്റി എന്താണെന്ന് വെച്ചാൽ അത് എഴുതിയെടുക്കുക. മജിസ്ട്രേറ്റിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കൺവിക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ കൺവിക്ഷൻ അല്ല, ട്രയലിലേക്ക് തന്നെ പോകും. ഇനി അക്യൂസ്ഡ് ഗിൽറ്റി പ്ലീഡ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അക്യൂസ്ഡ് പറയുകയാണ് ഞാൻ ഡിഫൻസ് തരാൻ പോകുകയാണ്, ട്രയൽ നടത്തിക്കോളൂ എന്നൊക്കെ പറയുകയാണ്. അല്ലെങ്കിൽ അക്യൂസ്ഡ് ഗിൽറ്റി പ്ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മജിസ്ട്രേറ്റ് അത് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തികരമായി തോന്നിയില്ല, അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് ശിക്ഷിച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? ഹിയറിംഗിലേക്ക് കടക്കും, അല്ലെ? He shall be required to state at the commencement of the next, not convicted under section 3, he shall be required to state at the commencement of the next hearing of the stage, or if the magistrate for reasons to be recorded in writing forthwith, whether he wishes to cross-examine any, and if so, which of the witness for the prosecution whose evidence has been taken. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അയാളെ ഗിൽറ്റി പ്ലീഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഗിൽറ്റി പ്ലീഡ് ചെയ്തു പക്ഷെ ശിക്ഷിച്ചില്ല, അല്ലെങ്കിൽ ട്രയൽ ചെയ്യാൻ സമ്മതിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? അക്യൂസ്ഡിനോട് മജിസ്ട്രേറ്റ് ചോദിക്കും, നിങ്ങൾക്ക് ഇതുവരെ ക്രോസ് എക്സാമിനേഷൻ, ഓൾറെഡി പ്രോസിക്യൂഷൻ എവിഡൻസ് സ്റ്റേജ് കഴിഞ്ഞല്ലോ, പ്രോസിക്യൂഷൻ എവിഡൻസ് സ്റ്റേജിൽ ക്രോസ് എക്സാമിൻ ചെയ്ത ഏതൊക്കെ വിറ്റ്നസ്സുകളെയാണ് നിങ്ങൾക്ക് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആദ്യം ചോദിക്കുക നിങ്ങൾ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോന്നായിരിക്കും. അത് എന്നിട്ടായിരിക്കും ചോദിക്കുക ഏതൊക്കെ വിറ്റ്നസ്സുകളെയാണ് നിങ്ങൾക്ക് ക്രോസ് എക്സാമിനേഷൻ ചെയ്യേണ്ടത്. കാരണം അക്യൂസ്ഡ് പ്രോസിക്യൂഷൻ എവിഡൻസ് തരുന്ന സ്റ്റേജിൽ നമുക്ക് ഈ പറയുന്ന കേസിൽ, അതായത് യൂഷ്വലി പ്രോസിക്യൂഷൻ എവിഡൻസ് സ്റ്റേജിലായിരിക്കും പ്രോസിക്യൂഷൻ എവിഡൻസ് തരുന്നതും അക്യൂസ്ഡ് ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്നതും ഒക്കെ ഒറ്റ സ്റ്റേജിലായിരിക്കും. എന്നാൽ വാറന്റ് കേസുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് താനാണോ പോലീസ് റിപ്പോർട്ട് അഥവാ കംപ്ലൈന്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വരുന്ന വാറന്റ് കേസുകളാണെങ്കിൽ പ്രോസിക്യൂഷൻ എവിഡൻസ് തരുന്ന സ്റ്റേജിൽ ക്രോസ് എക്സാമിനേഷൻ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അക്യൂസ്ഡ് പ്രോസിക്യൂഷൻ എവിഡൻസ് സ്റ്റേജ് കഴിഞ്ഞ് ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് കഴിഞ്ഞ് കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റിയുടെ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞിട്ട് ഗിൽറ്റി പ്ലീഡ് ചെയ്തില്ല, അല്ലെങ്കിൽ പ്ലീഡ് ചെയ്തു ശിക്ഷിച്ചില്ല, ഇത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഡിഫൻസ് എടുക്കാനായിട്ട് പറയുക. അപ്പൊ ഡിഫൻസ് എടുക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം? പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളുടെ ക്രോസ് എക്സാമിനേഷൻ ആയിരിക്കണം. അപ്പൊ നമ്മുടെ മജിസ്ട്രേറ്റ് എന്താ ചെയ്യുക? മജിസ്ട്രേറ്റ് അക്യൂസ്ഡിനോട് ചോദിക്കും, നിനക്ക് ഏതെങ്കിലുമൊക്കെ പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആരൊക്കെയാണത് എന്ന് ചോദിക്കും. സി, അക്യൂസ്ഡ് സ്റ്റേറ്റ് ചെയ്യണം, അക്യൂസ്ഡ് പറയണം.
At the commencement of the next hearing of the case, അടുത്ത ഹിയറിംഗ് സ്റ്റേജിൽ അടുത്ത കേസിന്റെ ഹിയറിംഗ് ഡേറ്റിൽ മജിസ്ട്രേറ്റ് അക്യൂസ്ഡ് മജിസ്ട്രേറ്റിനോട് പറയണം. എന്താ പറയണ്ടേ? whether he wishes to cross examine any, and if so, which of the witnesses for the prosecution whose evidence has been taken. പ്രോസിക്യൂഷൻ എവിഡൻസ് ഓൾറെഡി സ്വീകരിച്ച ഏതൊക്കെ വിറ്റ്നസ്സുകളെയാണ് അയാൾ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന വിവരം അക്യൂസ്ഡ് മജിസ്ട്രേറ്റിനോട് അടുത്ത ഹിയറിംഗ് ഡേറ്റിൽ പറയണം. ഇഫ് ഹി സേസ് ഹി സോ വിഷ്, ഇപ്പൊ മജിസ്ട്രേറ്റ് ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് താല്പര്യമുണ്ടോ അടുത്ത ഹിയറിംഗ് സ്റ്റേജിൽ നിനക്ക് ഏതെങ്കിലും വിറ്റ്നസ്സുകളെ എക്സാമിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അക്യൂസ്ഡ് പറയുകയാണ് എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ വിറ്റ്നസ്സുകളുടെ പേരാണോ അക്യൂസ്ഡ് പറയുന്നത് അവരെയൊക്കെ ക്രോസ് എക്സാമിനേഷന് വേണ്ടി എന്ത് ചെയ്യണം? കോടതി റീകോൾ ചെയ്യണം, ഒന്നുകൂടി വിളിച്ചു വരുത്തണം. shall be recalled and after cross examination and re-examination they shall also be discharged. എന്നിട്ട് അവരെ എന്ത് ചെയ്യണം? ക്രോസ് എക്സാമിനേഷൻ റീ എക്സാമിനേഷൻ ഒക്കെ കഴിച്ചിട്ട് വേണം ആ വിറ്റ്നസ്സുകളെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറഞ്ഞുവിടാനായിട്ട്. മനസ്സിലായോ? കുറച്ച് ഡിഫറെന്റ് ആണ് ഈ കേസിലെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഗിൽറ്റി പ്ലീഡ് ചെയ്തില്ലെങ്കിലോ പ്ലീഡ് ചെയ്തു ശിക്ഷിച്ചില്ലെങ്കിലോ ഒക്കെ നമ്മൾ യൂഷ്വലി പഠിച്ചിരുന്ന സ്റ്റേജ് ഹിയറിംഗ് സ്റ്റേജ് ആയിരുന്നു. പക്ഷെ അവിടെ ആയിരുന്നു പ്രോസിക്യൂഷൻ എവിഡൻസ് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ആദ്യമേ തന്നെ പ്രോസിക്യൂഷൻ എവിഡൻസ് എടുക്കും. പക്ഷെ അവിടെ അക്യൂസ്ഡിന് പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനുള്ള അവസരം കിട്ടാറില്ല. അതുകൊണ്ടാണ് പ്ലീ ഓഫ് ഗിൽറ്റിയുടെ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ് അക്യൂസ്ഡ് ഗിൽറ്റി പ്ലീഡ് ചെയ്തില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സ്റ്റേജിൽ പ്ലീ ഓഫ് ഗിൽറ്റി അക്യൂസ്ഡ് സമ്മതിക്കാത്ത സമയത്ത് മജിസ്ട്രേറ്റ് അക്യൂസ്ഡിനോട് ചോദിക്കും ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. കാരണം പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളെ നീ എക്സാമിൻ ചെയ്തില്ലല്ലോ, നിനക്ക് ആരെങ്കിലും ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് ക്രോസ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അടുത്ത ഹിയറിംഗ് സ്റ്റേജിലായിരിക്കും ഈ ക്രോസ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പൊ മജിസ്ട്രേറ്റ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അക്യൂസ്ഡ് പറയും ആരെയൊക്കെയാണ് അയാൾക്ക് ആവശ്യമെന്ന്. അവരെയൊക്കെ അടുത്ത ഹിയറിംഗ് സ്റ്റേജിലേക്ക് സമൻസ് അയച്ച് കോടതി വിളിച്ചു വരുത്തും. എന്നിട്ട് ഈ അടുത്ത ഹിയറിംഗ് സ്റ്റേജിൽ അക്യൂസ്ഡ് എന്ത് ചെയ്യും? അക്യൂസ്ഡിന്റെ അഡ്വക്കേറ്റ് ഇവരെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യും. ഇവരുടെ ക്രോസ് എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നുകൂടി പ്രോസിക്യൂഷന് റീ എക്സാമിനേഷൻ ചെയ്യാം. അങ്ങനെ ക്രോസ് എക്സാമിനേഷനും റീ എക്സാമിനേഷനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും ആ വിറ്റ്നസ്സുകളെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. ഇനി the evidence of any remaining witness for the prosecution shall next be taken. ഇനി അതിനുശേഷം നമ്മൾ എടുക്കുക, പ്രോസിക്യൂഷൻ ആദ്യമേ കുറെ വിറ്റ്നസ്സുകളെ സബ്മിറ്റ് ചെയ്യും. ആ വിറ്റ്നസ്സുകളെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണല്ലോ അക്യൂസ്ഡ് ക്രോസ് എക്സാമിനേഷൻ ചെയ്യുക. ഇനി ചിലപ്പോൾ പ്രോസിക്യൂഷന് കുറച്ചധികം വിറ്റ്നസ്സുകളെ കൂടി പ്രസന്റ് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യുക പ്രോസിക്യൂഷന്റെ റിമൈനിങ് വിറ്റ്നസ്സുകളെ എടുക്കുകയായിരിക്കും, വിറ്റ്നസ്സുകളുടെ എക്സാമിനേഷൻ നടത്തുകയായിരിക്കും. പ്രോസിക്യൂഷൻ തന്നെ ആദ്യം അവരുടെ ചീഫ് എക്സാമിനേഷൻ ചെയ്യും, അതിനുശേഷം അക്യൂസ്ഡ് അവരുടെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യും. ആവശ്യമെങ്കിൽ പ്രോസിക്യൂഷൻ ഒന്നുകൂടി റീ എക്സാമിനേഷൻ നടത്തും. അതിനുശേഷം ആ വിറ്റ്നസ്സുകളെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ റിമൈനിങ് വിറ്റ്നസ് ഫോർ ദി പ്രോസിക്യൂഷന്റെ എക്സാമിനേഷൻ ആണ് അടുത്തതായി നടക്കുക. വേർ ഡിസ്പൈറ്റ് ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി ടു ദ പ്രോസിക്യൂഷൻ and after taking all reasonable measures under this Sanhita, if the attendance of the prosecution witness under subsection 5 and 6 cannot be secured for cross examination, അതായത് പ്രോസിക്യൂഷന്റെ ഡിസ്പൈറ്റ് ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി ടു ദ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു കോടതി ആൾക്കാരെ വേണമെന്ന്. അതേപോലെ തന്നെ ആഫ്റ്റർ ടേക്കിംഗ് ഓൾ റീസണബിൾ മെഷേഴ്സ് അണ്ടർ ദിസ് സൻഹിത, ആൾക്കാരെ വിളിച്ചു വരുത്താനായിട്ട് കോടതിക്ക് എന്തൊക്കെ മാർഗങ്ങളാണോ ഉപയോഗിക്കാൻ പറ്റുക, അതായത് സമൻസോ വാറണ്ടോ അങ്ങനെ എന്തൊക്കെയാണോ പറ്റുക അതൊക്കെ കോടതി സ്വീകരിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനോട് അവസരം കൊടുത്തു ആൾക്കാരെ കൊണ്ടുവരാനായിട്ട്, ആൾക്കാരെ മീൻസ് പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളെ കൊണ്ടുവരാനായിട്ട്. അതേപോലെ കോടതിക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ അവരെ വിളിച്ചു വരുത്താൻ അതൊക്കെ കോടതി സ്വീകരിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ വിറ്റ്നസ്സുകളുടെ സബ്സെക്ഷൻ 5-ലും 6-ലും പറഞ്ഞിരിക്കുന്ന വിറ്റ്നസ്സുകളെ അവരെ കോടതിയിലേക്ക് കൊണ്ടുവരണം. അതായത് കോടതിയിൽ അവരുടെ അറ്റൻഡൻസ് ഉറപ്പുവരുത്താൻ കോടതിക്ക് സാധിച്ചില്ല, അവരെ വിളിച്ചു വരുത്താൻ പറ്റിയില്ല ക്രോസ് എക്സാമിനേഷന് വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ it shall be deemed that such witness has not been examined for not being available. അങ്ങനെയെങ്കിൽ കോടതി എന്താ വിചാരിക്കുക, അവരെ അക്യൂസ്ഡിന് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ ഒരു അവസരം കിട്ടാത്ത സ്ഥിതിക്ക് കോടതി ഈ വിറ്റ്നസ്സുകളുടെ പ്രോസിക്യൂഷൻ എക്സാമിനേഷൻ നടത്തിയല്ലോ, എക്സാമിനേഷന് ശേഷമല്ലേ ക്രോസ് എക്സാമിനേഷനിൽ പോവുക. അക്യൂസ്ഡിന് ഇവരെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇവരെ നടത്തിയ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല എന്ന് കോടതി വിചാരിക്കും. അതായത് പ്രോസിക്യൂഷൻ ഇവരുടെ എക്സാമിനേഷൻ വഴി കൊടുത്തിരിക്കുന്ന വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റുകളും എവിഡൻസും ഒക്കെ കോടതി വേണ്ടാന്ന് നോക്കും, കോടതി അത് കൺസിഡർ ചെയ്യില്ല. ആൻഡ് ദ മജിസ്ട്രേറ്റ് മേ ക്ലോസ് ദ പ്രോസിക്യൂഷൻ എവിഡൻസ് ഫോർ റീസൺസ് റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് പ്രൊസീഡ് വിത്ത് ദ കേസ് ഓൺ ദ ബേസിസ് ഓഫ് ദ മെറ്റീരിയൽ ഓൺ റെക്കോർഡ്. അതായത് എപ്പോഴും എക്സാമിനേഷന് ശേഷം ക്രോസ് എക്സാമിനേഷൻ നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചീഫ് എക്സാമിനേഷനിൽ നിന്ന് മാത്രം ഒരിക്കലും നമുക്കൊരു വിറ്റ്നസിന്റെ ടെസ്റ്റ് മണി വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അതിന്റെ വെറാസിറ്റി, അതിന്റെ ട്രൂത്ത് ഉറപ്പുവരുത്തണമെങ്കിൽ ആ വിറ്റ്നസിനെ തന്നെ അക്യൂസ്ഡ് ക്രോസ് എക്സാമിനേഷന് വിധേയമാക്കിയിരിക്കണം.
ഇവിടെ എക്സാമിനേഷൻ ഒരു സ്റ്റേജിൽ നടക്കുന്നു, ക്രോസ് എക്സാമിനേഷൻ അപ്പം തന്നെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. എക്സാമിനേഷൻ കഴിഞ്ഞ് ഇവിടെ ഡിസ്ചാർജ് വേണോ എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് ക്രോസ് എക്സാമിനേഷനിലേക്ക് വരുന്നത്. ഇങ്ങനെ ക്രോസ് എക്സാമിനേഷനിലേക്ക് വരുമ്പം എവിഡൻസ് പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്ത വിറ്റ്നസ്സുകളെ, അപ്പോൾ പ്രോസിക്യൂഷൻ എക്സാമിനേഷൻ നടത്തിയ വിറ്റ്നസ്സുകളെ ഒന്നുകൂടി വിളിച്ചു വരുത്താൻ ചിലപ്പോൾ സാധിക്കണം എന്നില്ല, എല്ലാവരും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അങ്ങനെ വരുമ്പം ഏതെങ്കിലുമൊക്കെ വിറ്റ്നസ്സുകളെ, പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്ത വിറ്റ്നസ്സുകളെ ക്രോസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ വിറ്റ്നസ്സുകളുടെ ഒക്കെ വിറ്റ്നസ് ടെസ്റ്റിമണി എന്തായിരുന്നുവോ അത് കോടതി സ്വീകരിക്കില്ല. ആ വിറ്റ്നസ്സുകൾ ഇല്ലായിരുന്നു തന്നെ കോടതി കണക്കാക്കും. ആ വിറ്റ്നസ്സുകളുടെ അഭാവത്തിൽ മെറ്റീരിയൽസ് മാത്രം, അതായത് ഡോക്യുമെന്റ്സും ടെസ്റ്റിമണി അല്ലാത്ത ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ മാത്രം സ്വീകരിച്ചുകൊണ്ടായിരിക്കും കോടതി എന്ത് ചെയ്യുക, ഫർദർ പ്രൊസീഡിങ്സ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനിയുള്ളതാണ് എവിഡൻസ് ഫോർ ഡിഫൻസ്. അപ്പം ഇത്രയും നേരവും ഡിഫൻസ് അവരുടെ എവിഡൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇത്രയും നേരവും പ്രോസിക്യൂഷന്റെ വിറ്റ്നസ്സുകളെയൊക്കെ ക്രോസ് എക്സാമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയാണ് അവർ എന്തിലേക്ക് കടക്കുന്നത്? അവരുടെ വിറ്റ്നസ്സുകളെയും അവരുടെ ഭാഗത്തു നിന്നുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്. സെക്ഷൻ 270 എവിഡൻസ് ഫോർ ഡിഫൻസ്. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അക്യൂസ്ഡ് ഈ ക്രോസ് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അക്യൂസ്ഡ് എന്ത് ചെയ്യും? അവരുടെ ഡിഫൻസ് കൊടുക്കേണ്ടി വരും. അവരുടെ ഡോക്യുമെന്റ്സും അവരുടെ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 266 ഷാൽ അപ്ലൈ ടു ദ കേസ്. അങ്ങനെയാണെങ്കിൽ 266 പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ, 266 പറഞ്ഞിരിക്കുന്ന എവിഡൻസ് ഫോർ ഡിഫൻസ് എന്ന് പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെ ആയിരിക്കും ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. എവിഡൻസ് ഫോർ ഡിഫൻസ് എപ്പോഴും സെയിം ആണ്. അതായത് എന്തൊക്കെയാണ് നടക്കുക? അക്യൂസ്ഡ് തന്നെ ഡിഫൻസ് സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. ഡിഫൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് അക്യൂസിന് ഏതെങ്കിലും ഒക്കെ ആൾക്കാരെ വിളിച്ചു വരുത്തണമെങ്കിൽ കോടതിയോട് അവരെ വിളിച്ചു വരുത്താനുള്ള പ്രോസസ്സുകളൊക്കെ ഇഷ്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഈ ഇഷ്യൂ ചെയ്ത പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വരും, അക്യൂസ്ഡ് ഇവരുടെ എക്സാമിനേഷൻ ഒക്കെ നടത്തും. അങ്ങനെ പോകും. ക്ലിയർ അല്ലേ? ഇത്രയുമാണ് കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വാറന്റ് കേസ് വരുന്നതെങ്കിലുള്ള പ്രൊസീജിയർ. കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന വാറന്റ് കേസ് എന്ന പ്രൊസീജിയർ കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ റെഗുലർലി പഠിച്ച പാറ്റേണിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിനു മുന്നേ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഒരു കംപ്ലൈന്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ കിട്ടുമ്പോൾ മജിസ്ട്രേറ്റ് ആദ്യമായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കമൻസ്മെന്റ് ഓഫ് പ്രൊസീഡിങ്സിൽ പഠിച്ചിട്ടുണ്ട്. കംപ്ലൈന്റ് വരികയാണെങ്കിൽ ആദ്യം മജിസ്ട്രേറ്റ് കംപ്ലൈനന്റിനെ എക്സാമിൻ ചെയ്യുക, അദ്ദേഹത്തിനോ ഏതെങ്കിലും വിറ്റ്നസ്സുകളെ അദ്ദേഹം സബ്മിറ്റ് ചെയ്താൽ അവരെയൊക്കെ എക്സാമിൻ ചെയ്യുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാ, കംപ്ലൈന്റ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതായിരിക്കും ഇനിഷ്യലി നടക്കുക. അതിനുശേഷമായിരിക്കും പ്രോസിക്യൂഷൻ എവിഡൻസ് വരിക. ഓക്കെ, ആ സ്റ്റേജ് ആദ്യമേ നടക്കും. അതിനുശേഷമാണ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുക. ട്രയലിലാണ് ഈ പറയുന്ന പ്രോസസ് ഒക്കെ നടക്കുന്നത്. ആദ്യം എന്താ ചെയ്യുക? പ്രോസിക്യൂഷനോട് അവരുടെ എവിഡൻസ് വെക്കാൻ പറയും. അതിനുശേഷം എവിഡൻസിൽ അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫ്രെയിമിംഗ് ഓഫ് ചാർജിലേക്ക് കടക്കും. ചാർജ് ഫ്രെയിം ചെയ്തിട്ട് കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. ഗിൽറ്റി പ്ലീഡ് ചെയ്താൽ കൺവിക്ട് ചെയ്യും. പ്ലീഡ് ചെയ്തില്ലെങ്കിൽ കൺവിക്ട് ചെയ്യില്ല. അല്ലെങ്കിൽ പ്ലീഡ് ചെയ്താലും ചില സാഹചര്യങ്ങളിൽ കൺവിക്ട് ചെയ്യില്ല. കൺവിക്ട് ചെയ്തില്ലെങ്കിൽ അക്യൂസിനോട് പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ പറയും. ക്രോസ് എക്സാമിനേഷന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് വന്നില്ലെങ്കിൽ ആ വിറ്റ്നസ്സുകളുടെ എക്സാമിനേഷനിൽ ചീഫ് കൂടി കോടതി കൺസിഡർ ചെയ്യാതെ വിറ്റ്നസ്സുകളെ ഇല്ല എന്ന നിലയിൽ ആ വിറ്റ്നസ്സുകളെ എഴുതിത്തള്ളും. മെറ്റീരിയൽസിന്റെ ബേസിസിൽ മാത്രമായിരിക്കും കേസിന് മുൻപോട്ട് പോവുക. ഇനി അടുത്ത സ്റ്റേജ് ഡിഫൻസിന്റെ എവിഡൻസ് ആണ്. ഓക്കെ, ഇനി ഡിഫൻസിന്റെ എവിഡൻസ് കൂടി കഴിഞ്ഞാലാണ് കൺക്ലൂഷൻ ഓഫ് ട്രയലിലേക്ക് കടക്കുന്നത്. അപ്പൊ ഈ കൺക്ലൂഷൻ ഓഫ് ട്രയൽ രണ്ട് കേസിലും, അതായത് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന വാറന്റ് കേസ് ആണെങ്കിലും കംപ്ലൈന്റിന്റെയോ ഇൻഫർമേഷന്റെയോ അടിസ്ഥാനത്തിൽ വരുന്ന വാറന്റ് കേസുകളാണെങ്കിലും ഡിഫൻസിന്റെ എവിഡൻസ് എടുത്ത് കഴിഞ്ഞാലുള്ള സ്റ്റേജ് സെയിം ആണ്. ഡിഫൻസിന്റെ എവിഡൻസ് വരെയായിരിക്കും അവിടെ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരിക. ഡിഫൻസിന്റെ എവിഡൻസ് വരുന്ന സ്റ്റേജിന് തൊട്ട് പിന്നിലേക്ക് വരുന്ന എല്ലാ സ്റ്റേജസും സെയിം ആയിരിക്കും. ഓക്കെ, എന്താണ് ആ സ്റ്റേജ്? രണ്ടുപേരുടെ എവിഡൻസ് ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ കോടതി ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക? കൺവിക്ട് ചെയ്യണോ അക്വിറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. അതാണ് സെക്ഷൻ 271 പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് ഇഫ് ഇൻ എനി കേസ് അണ്ടർ ദിസ് ചാപ്റ്റർ ഇൻ വിച്ച് എ ചാർജ് ഹാസ് ബീൻ ഫ്രെയിംഡ്, അതായത് രണ്ട് സിറ്റുവേഷനിലുള്ള, അപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും മജിസ്ട്രേറ്റ് ഫൈൻസ് ദ അക്യൂസ്ഡ് നോട്ട് ഗിൽറ്റി, മജിസ്ട്രേറ്റ് മനസ്സിലാക്കുകയാണ് അക്യൂസ്ഡ് കുറ്റവാളിയല്ല, അങ്ങനെയെങ്കിൽ എന്താ ചെയ്യുക? വെറുതെ വിടും, ഓർഡർ ഓഫ് അക്വിറ്റൽ ഇറക്കും. ഇനി മജിസ്ട്രേറ്റിന് മനസ്സിലാവുകയാണ് അക്യൂസ്ഡ് ഗിൽറ്റി ആണെന്ന്, കുറ്റവാളിയാണെന്ന്, പക്ഷെ മജിസ്ട്രേറ്റ് സെക്ഷൻ 364 അല്ലെങ്കിൽ 401 അടിസ്ഥാനത്തിൽ പ്രൊസീഡ് ചെയ്യുന്നില്ല. 364 401 പറഞ്ഞിരിക്കുന്നത് ചില പ്രത്യേക സിറ്റുവേഷൻസ് ആണ്. പ്രീവിയസ് കൺവിക്ഷന് റെലവൻസ് വരുന്ന ചില സിറ്റുവേഷൻസ് ആണ്. നമ്മളത് പിന്നെ പഠിക്കും, 364 എന്താണെന്നും 401 എന്താണെന്നും ഒക്കെ. ആ സെക്ഷൻസ് അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ല എങ്കിൽ മജിസ്ട്രേറ്റ് എന്താ ചെയ്യുക? അക്യൂസിനോട് നിങ്ങൾ കുറ്റവാളിയാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷാവിധിയിൽ എന്തെങ്കിലും ഇളവോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? അപ്പൊ അക്യൂസിനോട് എന്താ ചോദിക്കുക? സെന്റൻസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പറയാൻ പറയും.
എന്നിട്ട് ആ അക്യൂസിന് പറയാനുള്ളത് കേട്ടത് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, നിയമാനുസൃതമായിട്ടുള്ള ഒരു ശിക്ഷ വിധിക്കുന്നത്. Where in any case under this chapter, a previous conviction is charged under the provisions of subsection 7 of section 234, അതായത് ചാർജ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് കൺവിക്ഷൻ ആ ചാർജിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതായത് അക്യൂസ്ഡ് ഓൾറെഡി ഒരു കുറ്റത്തിന് പ്രീവിയസ്ലി കൺവിക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതേസമയം തന്നെ അക്യൂസ്ഡ് ഒരിക്കലും താൻ ഈ പ്രീവിയസ്ലി കൺവിക്റ്റഡ് ആയിരുന്നിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റ് മേ ആഫ്റ്റർ ഹി ഹാസ് കൺവിക്റ്റഡ് ദി സെഡ് അക്യൂസ്ഡ്, ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഈ കേസിൽ കൺവിക്ഷൻ ചെയ്താൽ മാത്രമേ പ്രീവിയസ് കൺവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. ഓൾറെഡി ഈ കേസിൽ കുറ്റവാളിയാണ്, ശിക്ഷ കൊടുക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ മാത്രം അക്യൂസ് നമ്മുടെ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം, പ്രീവിയസ് കൺവിക്ഷൻ ഉണ്ടായിരുന്നുവോ എന്ന് ചാർജുകളിൽ വായിച്ചു നോക്കുക. മനസ്സിലാവുകയാണ് പ്രീവിയസ് കൺവിക്ഷൻ ഉണ്ടായിരുന്നു എന്ന്. അക്യൂസിനോട് ചോദിക്കുകയാണ് പ്രീവിയസ്ലി നീ കൺവിക്റ്റഡ് ആയിട്ടുണ്ടോ. ചിലപ്പോൾ സമ്മതിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സമ്മതിച്ചില്ലെങ്കിലും, എന്തിരുന്നാലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും മോസ്റ്റ്ലി എവിഡൻസ് സ്വീകരിക്കാറുണ്ട്. പ്രീവിയസ് കൺവിക്ഷനുമായി ബന്ധപ്പെട്ട എവിഡൻസുകളൊക്കെ സ്വീകരിക്കും. പ്രൊവൈഡഡ് ദാറ്റ്, നേരത്തെ പഠിച്ച പോലെ തന്നെ, നോ ചാർജ് ഷാൽ ബി റെഡ് ഔട്ട് ബൈ ദ മജിസ്ട്രേറ്റ്. പ്രീവിയസ് കൺവിക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജ് ആദ്യമേ ചാർജുകൾ വിവരിക്കുന്ന സമയത്ത് പറയാൻ പാടില്ല. അതേപോലെ തന്നെ അക്യൂസിനോട് പ്രീവിയസ് കൺവിക്ഷൻ സമ്മതിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ആദ്യമേ ചാർജുകൾ പറയുന്ന സമയത്ത് ചോദിക്കാൻ പാടില്ല. പ്രീവിയസ് കൺവിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും ഒരു സ്റ്റേറ്റ്മെന്റ്സും ഒരു എവിഡൻസും ഒന്നും തന്നെയും പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. എപ്പോ വരെ? അൺലെസ് ദി അക്യൂസ്ഡ് ഹാസ് ബീൻ കൺവിക്റ്റഡ്. അക്യൂസിന് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. ശിക്ഷിക്കപ്പെടുന്നത് വരെയും പ്രീവിയസ് കൺവിക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യങ്ങളും കേസിന്റെ ഒരു ട്രയലിന്റെ ഒരു സ്റ്റേജിലും പറയാനോ ചോദിക്കാനോ ഒന്നും പാടില്ല. ക്ലിയർ അല്ലേ? ഇനി വരുന്നത് സെക്ഷൻ 272 ആണ്, ആബ്സെൻസ് ഓഫ് കംപ്ലൈനന്റ്. ഈ സെക്ഷൻ 272 സ്പെസിഫിക്കലി വരുന്നത് കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് വരുന്ന വാറന്റ് കേസുകളിലാണ് കേട്ടോ, അല്ലാതെ പോലീസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന വാറന്റ് കേസിൽ ഇത് അപ്ലൈ ചെയ്യില്ല. എന്താ 272 പറയുന്നത്? വെൻ ദ പ്രൊസീഡിംഗ്സ് ഹാവ് ബീൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അപ്പോൺ കംപ്ലൈന്റ്. ഒരു വാറന്റ് കേസ് കോടതിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് ഓൺ എനി ഡേ ഫിക്സ്ഡ് ഫോർ ദി ഹിയറിംഗ് ഓഫ് ദ കേസ്. കേസിന്റെ ഹിയറിംഗിന് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ദിവസം കംപ്ലൈനന്റ് ഈസ് ആബ്സെന്റ്, കംപ്ലൈനന്റ് വന്നിട്ടില്ല, കോടതിയിൽ ഹാജരായിട്ടില്ല. ആൻഡ് ദ ഒഫൻസ് മേ ബി ലോഫുള്ളി കോമ്പൗണ്ടഡ് ഓർ ഈസ് നോട്ട് എ കോഗ്നിസിബിൾ ഒഫൻസ്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന വാറന്റ് കേസ് ഒന്നുകിൽ ഒരു കോഗ്നിസിബിൾ കേസ് അല്ല, അതായത് ഒരു നോൺ കോഗ്നിസിബിൾ കേസാണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കേസാണ്. ഈ രണ്ട് കാറ്റഗറിയിൽ ഏതെങ്കിലും കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസ് പ്രത്യേകമായി നമുക്ക് പഠിക്കാനുണ്ട്. കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്, അല്ലെങ്കിൽ കോഗ്നിസിബിൾ കേസ് അല്ല, നോൺ കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒരു കേസാണ്. ഈ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ഒരു കേസാണെങ്കിൽ അത്തരത്തിലൊരു കേസിന്റെ ഹിയറിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്, കംപ്ലൈന്റ് വഴിയായിരുന്നു ആ കേസ് വന്നിരുന്നത്. എന്നാൽ ഹിയറിംഗ് ദിവസം കംപ്ലൈനന്റ് ആബ്സെന്റ് ആണ്. അങ്ങനെയെങ്കിൽ ദി മാജിസ്ട്രേറ്റ് മേ ആഫ്റ്റർ ഗിവിംഗ് 30 days ടൈം ടു ദ കംപ്ലൈനന്റ് ടു ബി പ്രസന്റ്. ഹിയറിംഗ് ദിവസത്തിന്റെ അന്ന് മുതൽ മജിസ്ട്രേറ്റ് കംപ്ലൈനന്റിന് ഒരു 30 ദിവസത്തെ സമയം കൊടുക്കും. 30 ദിവസം സമയം കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കോടതിയിൽ വരാനായിട്ട്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് ഹിയറിംഗ് അബൌട്ട് കണ്ടക്ട്. എന്നിട്ടും അയാൾ വന്നില്ലെങ്കിൽ, ഓക്കെ, അറ്റ് എനി ടൈം ബിഫോർ ദ ചാർജ് ഹാസ് ബീൻ ഫ്രെയിം ഡിസ്ചാർജ് ദി അക്യൂസ്ഡ്. മജിസ്ട്രേറ്റിന് 30 ദിവസം സമയം അക്യൂസ് ഈ കംപ്ലൈനന്റിന് കൊടുത്തിട്ടും അയാൾ വരാൻ തയ്യാറായില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം? തന്റെ താല്പര്യപ്രകാരം, മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, തന്റെ താല്പര്യപ്രകാരം അറ്റ് എനി ടൈം ബിഫോർ ദ ചാർജ് ഹാസ് ബീൻ ഫ്രെയിംഡ്, ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കണം. അതായത് ഹിയറിംഗിന് ഫിക്സ് ചെയ്തിരിക്കുന്ന ദിവസം കംപ്ലൈനന്റ് വന്നില്ല, എന്നാൽ ആ കേസിന്റെ സ്റ്റേജ് ഫ്രെയിമിംഗ് ഓഫ് ചാർജിന് മുന്നത്തെ സ്റ്റേജുകളിലാണ് കേസ് ഇരിക്കുന്നത്. ചാർജ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അതായത് പ്രീ ട്രയൽ സ്റ്റേജിലാണ്. ചാർജ് ഫ്രെയിം ചെയ്ത് കഴിയുമ്പോഴാണ് ട്രയൽ സ്റ്റേജിലേക്ക് വരുന്നത്. കേസ് നിലവിൽ പ്രീ ട്രയൽ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഈ പ്രീ ട്രയൽ സ്റ്റേജിൽ കേസ് ഇരിക്കവേ, ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിലാണ്. ആ സ്റ്റേജിൽ എപ്പോഴെങ്കിലും ഹിയറിംഗ് ഡേറ്റിൽ കംപ്ലൈനന്റ് വരുന്നില്ല. അങ്ങനെ കംപ്ലൈനന്റ് ഏതെങ്കിലും ഒരു ഹിയറിംഗ് ഡേറ്റിൽ വന്നില്ലെങ്കിൽ കംപ്ലൈന്റിന് കോടതി 30 ദിവസം സമയം കൊടുക്കും വരാനായിട്ട്. എന്നിട്ടും വന്നില്ലെങ്കിൽ കോടതിക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? അക്യൂസ്ഡിനെ കേസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചാണ് 272 പറയുന്നത്. ഇനി സെക്ഷൻ 273 ആണ്, കോമ്പൻസേഷൻ ഫോർ അക്യൂസിഷൻ വിത്തൗട്ട് റീസണബിൾ കോസ്. അതായത് മതിയായ കാരണമില്ലാതെയാണ് വാറന്റ് കേസ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ കോമ്പൻസേഷൻ വാങ്ങിയെടുക്കാനുള്ള ഒരു പവർ ഉണ്ട്. അതിനെക്കുറിച്ചാണ് 273 പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് if in any case instituted upon a complaint or upon an information given to a police officer or to a magistrate, നേരത്തെ പറഞ്ഞ പോലെ ഒരു വാറന്റ് കേസ് ഉണ്ടായിരിക്കുകയാണ്. വൺ ഓർ മോർ പേഴ്സൺ ഈസ് അക്യൂസ്ഡ്, ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാരോ ആ കേസിൽ അക്യൂസ്ഡ് ആണ്.
And the magistrate by whom the case is heard discharges or acquits all or any of the accused. ഈ കേസ് കേട്ട മജിസ്ട്രേറ്റ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒന്നുകിൽ അക്യൂസിനെ എല്ലാവരെയുമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരെയൊക്കെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവസാന നിമിഷം ജഡ്ജ്മെന്റിന്റെ കൺക്ലൂഷനിൽ മജിസ്ട്രേറ്റ് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇവരൊന്നും കുറ്റവാളികളല്ല എന്നും ഇവരെയൊക്കെ മജിസ്ട്രേറ്റ് അക്വിറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഈ അക്വിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന് ഒരു കാര്യം കൂടി തോന്നുക. എന്താ തോന്നുന്നേ? There was no reasonable ground for making the accusation. ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്ന് മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുകയാണ്. അതായത് ഒരു റീസണബിൾ ഗ്രൗണ്ട്സും ഉണ്ടായിരുന്നില്ല ഈ വ്യക്തികൾക്ക് മുകളിൽ ഈ കുറ്റങ്ങൾ ആരോപിക്കാനായിട്ട്. കള്ളക്കഥയാണെന്ന് മജിസ്ട്രേറ്റ് മനസ്സിലാവുകയാണ്. അങ്ങനെയെങ്കിൽ മാജിസ്ട്രേറ്റ് മേ, if the person upon whose complaint or information the accusation was made is present, ആരുടെ കംപ്ലൈന്റിന്റെ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത്, അയാളോട് കോടതി ആവശ്യപ്പെടും, call upon him forthwith to show cause why he should not pay compensation to any of such accused, or if such person is not present, ആ കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ തന്ന ആൾ ആരാണോ അയാൾ കോടതിയിൽ ഓൾറെഡി പ്രസന്റ് ആണ്. ഈ കേസിന്റെ ഡിസ്ചാർജിൽ അല്ലെങ്കിൽ ഈ വ്യക്തികളെ അക്വിറ്റ് ചെയ്യുന്ന സമയത്ത്, കോടതി ഈ ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്ന സമയത്ത് കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ, ആരുടെ ഇൻഫർമേഷന്റെ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാറന്റ് കേസ് ഉണ്ടായിരിക്കുന്നത്, അയാൾ കോടതിയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ കോടതി അപ്പം തന്നെ അയാളെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ കെട്ടിച്ചമച്ച കേസാണിത്, ഈ കേസിൽ ഇങ്ങനൊരു കേസ് കെട്ടിച്ചമച്ചതിന് ഈ അക്യൂസ്ഡുകൾക്ക് നിങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കണം, നിങ്ങൾ എനിക്ക് കാരണം തരണം, കാരണം കാണിക്കണം, എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയാൻ പാടില്ല, എന്ത് കാരണത്താലാണ് കോമ്പൻസേഷൻ നിന്നും ഞാൻ നിങ്ങളെ ഒഴിവാക്കേണ്ടത് എന്ന കാരണം നിങ്ങൾ എനിക്ക് കാണിക്കാനായിട്ട് കോടതി ഇയാളോട് ആവശ്യപ്പെടും. ഇനി അയാൾ നിലവിൽ കോടതിയിൽ ഇല്ലെങ്കിൽ കോടതി ഇയാൾക്ക് സമൻസ് അയച്ചിട്ട് ആവശ്യപ്പെടും കാരണം കാണിക്കാനായിട്ട്. മനസ്സിലായോ? നമ്മളിത് ഓൾറെഡി അവിടെയും പഠിച്ചതാണ്. സെഷൻസ് ജഡ്ജിന്റെ കേസിൽ ഡിഫമേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇത് ഡിഫമേഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഒരു വാറന്റ് കേസ് കെട്ടിച്ചമച്ച് വന്നാലും ഈ പറയുന്ന സെക്ഷൻ അവൈലബിൾ ആണ്. പക്ഷെ അങ്ങനെ വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? അക്യൂസിനെ, എല്ലാ അക്യൂസ്ഡുകളെയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അക്യൂസ്ഡുകളെ കോടതി എന്ത് ചെയ്തിരിക്കണം? ഡിസ്ചാർജ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അക്വിറ്റ് ചെയ്തിരിക്കണം. അക്വിറ്റലോ ഡിസ്ചാർജോ ഉണ്ടായിരിക്കണം. അതോടൊപ്പം കോടതിക്ക് ബോധ്യപ്പെടണം. ഒരിക്കലും അക്യൂസിന് പറയാൻ പറ്റില്ല, എന്നെ ഇത് കെട്ടിച്ചമച്ച കേസാണ്, എനിക്ക് കോമ്പൻസേഷൻ തരൂ എന്ന് കോടതിയോട് അക്യൂസിന് ആവശ്യപ്പെടാൻ പറ്റില്ല. അയാളെ വെറുതെ വിട്ടാൽ പോലും അക്യൂസിന് ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. ഇത് വെറുതെ വിടുന്ന സമയത്ത് കോടതിക്ക് തന്നെ ബോധ്യപ്പെടണം കെട്ടിച്ചമച്ച കേസാണെന്നും ഇയാൾക്ക് കോമ്പൻസേഷൻ ഞാൻ വാങ്ങിച്ചു കൊടുക്കണമെന്നും കോടതിക്ക് തോന്നിയാലാണ് ഇത് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി സബ്സെക്ഷൻ 2, ദി മാജിസ്ട്രേറ്റ് ഷാൽ റെക്കോർഡ് ആൻഡ് കൺസിഡർ എനി കോസ്. ഇത്തരത്തിൽ കാരണം കാണിക്കാൻ പറയുമ്പോൾ അയാൾ കാരണം കാണിക്കുമല്ലോ. മജിസ്ട്രേറ്റ് ഈ കാരണം എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്യുക. അങ്ങനെ മജിസ്ട്രേറ്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ മജിസ്ട്രേറ്റിന് മനസ്സിലാവുകയാണ് ഇയാൾ കാണിച്ചിരിക്കുന്ന കാരണങ്ങളൊന്നും വിശ്വസനീയമല്ല, മതിയായ കാരണങ്ങളൊന്നും ഇല്ലാതെയാണ് ഇയാൾ ഈ പറയുന്ന കഥകളൊക്കെ ഈ അക്യൂസേഷൻസ് ഒക്കെ, ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് മജിസ്ട്രേറ്റിന് മനസ്സിലാവുകയാണ്. അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം? ഒരു കോമ്പൻസേഷൻ ഉത്തരവിടാനായിട്ട് പറ്റും. അതായത് ഈ കേസ് കൊടുത്ത ആളോട് അക്യൂസിന് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടാം. നോട്ട് എക്സീഡിംഗ് ദ എമൗണ്ട് ഓഫ് ഫൈൻ ഹി ഈസ് എംപവേർഡ് ടു ഇമ്പോസ്. പക്ഷെ കോമ്പൻസേഷൻ തുകയുടെ മാക്സിമം ലിമിറ്റ് എത്രയായിരിക്കണം? എത്ര തുകയാണോ ആ മജിസ്ട്രേറ്റിന്റെ സെന്റൻസിങ് പവർ അനുസരിച്ച് ആ മജിസ്ട്രേറ്റിന് ഫൈൻ തുകയായി വിധിക്കാൻ സാധിക്കുന്നത്, അത്രയും തുകയായിരിക്കാം മാക്സിമം മജിസ്ട്രേറ്റിന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന കോമ്പൻസേഷൻ. എന്നിട്ട് അയാളോട് പറയാം, കംപ്ലൈന്റിനോ അല്ലെങ്കിൽ ഇൻഫോർമെന്റിനോടോ പറയാം, അക്യൂസ്ഡിന് ഇത്രയും രൂപ നീ എന്ത് ചെയ്യണം? കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കണം, നീ കള്ളക്കേസ് ഉണ്ടാക്കിയതിന് ശിക്ഷയാണ് ഇതെന്ന് പറയാം. The magistrate may, by the order directing payment of the compensation under subsection 2, കൂടെ മജിസ്ട്രേറ്റിന് ഇത്തരത്തിൽ കോമ്പൻസേഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഫർദർ ഓർഡർ ദാറ്റ് എന്നുകൂടി പറയാം, ഇൻ ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ്, ഞാൻ ഈ പറഞ്ഞ കോമ്പൻസേഷൻ നീ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നീ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? The person ordered to pay such compensation shall undergo simple imprisonment for a period not exceeding 30 days. ഞാൻ ഈ പറഞ്ഞ കോമ്പൻസേഷൻ നീ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ 30 ദിവസം നീ ജയിലിൽ കിടക്കണം മാക്സിമം. ഓക്കെ, മാക്സിമം 30 ദിവസം വരെ നീ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരുമെന്ന് കംപ്ലൈന്റിനോടോ ഇൻഫോർമെന്റിനോടോ പറയാം. When any person is imprisoned under subsection 3, the provisions of section 6 of subsection 6 of section 8 of BNS shall so far as may be apply. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തികളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്രസൺ ചെയ്യുകയാണെങ്കിൽ BNSലെ സെക്ഷൻ 8 സബ്സെക്ഷൻ 6ൽ പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അടുത്തത്, no person who has been directed to pay compensation under this section shall by reason of such order be exempted from any civil or criminal liability in respect of the complaint made or information given by him. നമ്മൾ അവിടെ പഠിച്ച പോലെ തന്നെയാണ്,
കോടതി കോമ്പൻസേഷൻ വാങ്ങി കൊടുക്കുന്നുണ്ടാകാം അക്യൂസിന്. പക്ഷെ അതിനർത്ഥം ഈ കോമ്പൻസേഷൻ കാരണം ഈ കംപ്ലൈന്റിന്റെ കെട്ടിച്ചമച്ച ഈ കംപ്ലൈന്റോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ കൊടുത്ത ആൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റെന്തെങ്കിലും സിവിലോ ക്രിമിനൽ ലയബിലിറ്റിയോ എടുക്കാമായിരുന്നു അക്യൂസിനെങ്കിൽ ആ സിവിലോ ക്രിമിനൽ ലയബിലിറ്റിയോ അക്യൂസ്ഡ് എടുക്കുന്നതിനെ ഒരിക്കലും ഈ കോമ്പൻസേഷൻ ബാധിക്കാറില്ല. കോമ്പൻസേഷനും അക്യൂസിന് വാങ്ങിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ അയാൾക്ക് മറ്റെന്തെങ്കിലും സിവിൽ കേസോ ക്രിമിനൽ കേസോ കൊടുത്ത് മറ്റെന്തെങ്കിലും രീതിയിൽ ഈ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതും വാങ്ങാം. ഓക്കെ. Provided that any amount paid to the accused person under this section shall be taken into account in awarding compensation to such person in any subsequent civil suit relating to the same matter. ഈ malicious prosecution അഥവാ കള്ളക്കേസ് പറഞ്ഞ് തന്നെ കുടുക്കിയതിന് ഏതെങ്കിലും സിവിൽ കേസ് ഈ കോമ്പൻസേഷൻ ഓൾറെഡി കിട്ടി, അത് കൂടാതെ അക്യൂസ്ഡ് സിവിൽ കേസ് എങ്ങാനും കംപ്ലൈന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്ത് സിവിൽ കേസിൽ എങ്ങാനും അവർക്ക് ആ കേസ് കൊടുത്ത ആ കോടതിയും കംപ്ലൈന്റിനോട് പറയാണ് നീയും അക്യൂസിന് കോമ്പൻസേഷൻ കൊടുക്കണം കള്ളക്കേസ് കൊടുത്തതിന് എന്ന് പറയുമ്പോൾ ആ കോടതി കോമ്പൻസേഷൻ തുക വിധിക്കുമ്പോൾ എത്രയായിരുന്നു ഓൾറെഡി അക്യൂസിന് ഈ മറ്റേ കോടതിയിൽ നിന്ന് കിട്ടിയ കോമ്പൻസേഷൻ എന്ന് കൺസിഡർ ചെയ്തിട്ട് ആ തുക കുറച്ചിട്ടുള്ള തുകയായിരിക്കണം, അല്ലെങ്കിൽ ആ തുകയും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു തുകയായിരിക്കണം സിവിൽ കേസിൽ സിവിൽ കോടതി വിധിക്കുന്ന കോമ്പൻസേഷൻ ആയിട്ട് വരേണ്ടത്. ഇനി സബ്സെക്ഷൻ 6, എ കംപ്ലൈന്റ് ഓർ ഇൻഫോർമന്റ് ഹു ഹാസ് ബീൻ ഓർഡർഡ് അണ്ടർ സബ്സെക്ഷൻ 2 by a magistrate of second class to pay compensation exceeding 1,000 rupees may appeal from the order, and if such complainant or information had been convicted on a trial held by such magistrate. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു കംപ്ലൈന്റിനോടോ ഇൻഫോർമന്റിനോടോ സബ്സെക്ഷൻ 2 പ്രകാരം ഒരു സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരുന്നു കോമ്പൻസേഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എക്സീഡിങ് 1,000 rupees, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് 1000 രൂപയ്ക്ക് മുകളിലേക്കുള്ളൊരു കോമ്പൻസേഷൻ ആയിരുന്നു കംപ്ലൈന്റിനോടോ ഇൻഫോർമന്റിനോടോ കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ളൊരു കംപ്ലൈന്റിനോ ഇൻഫോർമന്റിനോ അപ്പീൽ പോകാൻ സാധിക്കും ആ ഓർഡറിൽ നിന്നും, ആസ് ഇഫ് സച്ച് കംപ്ലൈനന്റ് ഓർ ഇൻഫോർമന്റ് ഹാസ് ബീൻ കൺവിക്റ്റഡ് ഓൺ എ ട്രയൽ ഹെൽഡ് ബൈ സച്ച് മജിസ്ട്രേറ്റ്. അതായത് ഒരു സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒരു കേസിൽ വിചാരണ നടത്തി ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ ആ ശിക്ഷയിൽ നിന്നും ആരിലേക്കാണോ അപ്പീൽ പോകാൻ സാധിക്കുക, അതേപോലെ തന്നെ ഒരു സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒരു കേസിൽ ഈ കംപ്ലൈനന്റോ ഇൻഫോർമന്റോ തെറ്റായ കേസ് കൊടുത്തു എന്ന പേരിൽ അവർക്ക് 1000 രൂപയ്ക്ക് മുകളിലേക്കാണ് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കാൻ അവരോട് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ഓർഡറിൽ നിന്നും ഇവർക്ക് മജിസ്ട്രേറ്റിന് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്നും ഏത് കോടതിയിലേക്കാണോ അപ്പീൽ പോകേണ്ടത്, അത് മുകൾ കോടതി ഏതാണോ ആ കോടതിയിലേക്ക് അപ്പീൽ പോകാൻ സാധിക്കും. അതായത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ക്ലാസ് കോടതി 1000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഫൈൻ, ഒരു കോമ്പൻസേഷൻ ഒരു തെറ്റായ കംപ്ലൈന്റ് കൊടുത്തതിനോ ഇൻഫർമേഷൻ കൊടുത്തതിനോ കംപ്ലൈന്റിനോ ഇൻഫർമന്റിനോ ചുമത്തുകയാണെങ്കിൽ ഈ കോമ്പൻസേഷനിൽ നിന്നും ഇവർക്ക് അപ്പീൽ പോകാനായിട്ട് സാധിക്കും ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക്. കാരണം സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒരു കേസിൽ വിചാരണ നടത്തി വിധി പറഞ്ഞാൽ ആ വിധിയിൽ നിന്നും അപ്പീൽ പോകാൻ സാധിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് കോടതിയിലേക്കാണ്. അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഇതിനെയും കൺസിഡർ ചെയ്യുക. ഇതൊരു വിധിയല്ല, കോമ്പൻസേഷൻ തുക ഒരിക്കലും ഒരു വിധിയല്ല. വിധി എന്ന് പറയുന്നത് ആ വ്യക്തിയെ അക്വിറ്റ് ചെയ്തതാണ്. മനസ്സിലായോ? അതായത് ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു തെറ്റായ കംപ്ലൈന്റ് കൊടുത്തു. ഈ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ കോടതി അയാളെ വെറുതെ വിട്ടു. ഇതാണ് കോടതിയുടെ വിധി. ഇനി ഈ വിധിയോടൊപ്പം തന്നെ കോടതി എന്നോട് തെറ്റായ കംപ്ലൈന്റ് കൊടുത്തതിന് ഇയാൾക്ക് ഒരു 1500 രൂപ കോമ്പൻസേഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. സെക്കൻഡ് ക്ലാസ് കോടതി ആണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ കാര്യമൊന്നും പറയുന്നില്ല, സെക്കൻഡ് ക്ലാസ് കോടതിയാണ് ഈ വിധി വിധിക്കുന്നതെങ്കിൽ സെക്കൻഡ് ക്ലാസ് കോടതി യൂഷ്വലി ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണോ അപ്പീൽ പോകാൻ സാധിക്കുക അത് ഫസ്റ്റ് ക്ലാസ് കോടതിയാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന വിധിയോടൊപ്പം തന്നെ കോമ്പൻസേഷൻ കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതിന് അത് 1000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ എനിക്ക് അപ്പീൽ പോകാൻ പറ്റൂ. 1000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ പറ്റില്ല. എന്നോട് കോമ്പൻസേഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. കോമ്പൻസേഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ട തുക 1000 രൂപയ്ക്ക് മുകളിലേക്കാണെങ്കിൽ എനിക്ക് അപ്പീൽ പോകാൻ സാധിക്കും ഫസ്റ്റ് ക്ലാസ് കോടതിയിലേക്ക്. എങ്ങോട്ടേക്കാണോ സെക്കൻഡ് ക്ലാസ് കോടതിയുടെ ജഡ്ജ്മെന്റിൽ നിന്നും അപ്പീൽ പോകേണ്ടത് ആ കോടതിയിലേക്ക് തന്നെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട അപ്പീലും എനിക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സബ്സെക്ഷൻ 7 ആണ്. Where an order for payment of compensation to an accused person is made in a case which is subject to appeal under subsection 6. കോമ്പൻസേഷൻ തുക നേരത്തെ പറഞ്ഞ പോലെ അപ്പീൽ പോകാൻ പോസിബിലിറ്റി ഉള്ള ഒരു കേസ് ആയിരുന്നുവെങ്കിൽ നമുക്കറിയാം അല്ലെ, അപ്പീൽ പീരീഡ് കഴിയുന്നത് വരെയോ അല്ലെങ്കിൽ അപ്പീൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പീലിൽ ഡിസിഷൻ വരുന്നത് വരെയോ കംപ്ലൈനന്റ് ആ കോമ്പൻസേഷൻ തുക എത്രയാണോ അത് അക്യൂസിന് കൊടുക്കേണ്ടതായിട്ടില്ല, ഇല്ലേ? അതാണ് ഇവിടെയും പറയുന്നത്. Where an order for payment of compensation to an accused person is made which is subject to appeal under subsection 6. അങ്ങനെയെങ്കിൽ compensation shall not be paid before the period allowed for presentation of the appeal has elapsed.
ചില സമയം പറയുന്നുണ്ടായിരിക്കും അപ്പീൽ കൊടുക്കാനായിട്ട്. ആ പീരീഡ് കഴിയുന്നത് വരെയും കോമ്പൻസേഷൻ കൊടുക്കണ്ട, കഴിഞ്ഞാൽ കൊടുക്കുക. ഇനി ആ പീരീഡിനുള്ളിൽ അപ്പീൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പീലിന്റെ ഡിസിഷൻ വരുന്നത് വരെയും കൊടുക്കണ്ട. ആൻഡ് where such order is made in a case in which is not subject to appeal. നമ്മൾ പഠിച്ചു ഇതുവരെയും സെക്കൻഡ് ക്ലാസ്സിന്റെ കേസിൽ മാത്രം നമ്മൾ അപ്പീൽ പഠിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു കോടതിയാണ്, ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റ് കോടതിയാണ് കോമ്പൻസേഷൻ ഉത്തരവിടുന്നതെങ്കിൽ അപ്പീൽ പോകാനുള്ള ഒരു പോസിബിലിറ്റി പോലും ഇല്ല. അങ്ങനെ അപ്പീലിന് സബ്ജക്റ്റീവ് അല്ലാതെ അല്ലെങ്കിൽ അപ്പീൽ പോകാൻ പറ്റാത്ത ഒരു ഓർഡറിൽ നിന്നാണ്, അപ്പീൽ പോകാൻ പറ്റാത്ത ഒരു കോടതിയാണ് കോമ്പൻസേഷൻ വിധിച്ചിരിക്കുന്നതെങ്കിൽ ആ കോമ്പൻസേഷൻ എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഷാൽ നോട്ട് ബി പെയ്ഡ് ബിഫോർ ദ എക്സ്പയറേഷൻ ഓഫ് 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. അത്തരത്തിൽ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഓർഡർ വന്ന് ഒരു മാസത്തിന് ശേഷം 1 month കഴിഞ്ഞിട്ട്, ഓക്കെ, 1 month കൊടുക്കാൻ പാടില്ല എന്നാണ്. അതായത് സെക്കൻഡ് ക്ലാസ് കോടതി ആണെങ്കിൽ അപ്പീൽ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതും 1000 രൂപയ്ക്ക് മുകളിലേക്കാണെങ്കിൽ അപ്പീൽ പോകാൻ പറ്റൂ, 1000 രൂപയ്ക്ക് താഴേക്കാണെങ്കിൽ അതിലും അപ്പീലില്ല. പിന്നെ സെക്കൻഡ് ക്ലാസ് അല്ലാതെ വേറെ ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയാണ് വിധിക്കുന്നതെങ്കിൽ അപ്പീലിനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഈ അപ്പീൽ പോസിബിലിറ്റി ഇല്ലാത്ത കോടതികളാണ് കോമ്പൻസേഷൻ കൊടുക്കാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ ആ കോമ്പൻസേഷൻ തുക എപ്പോഴാണ് കൊടുക്കേണ്ടത്? ആ ഓർഡർ വന്ന് 1 മാസം കഴിഞ്ഞാൽ. ഓക്കെ, ഷാൽ നോട്ട് ബി പെയ്ഡ് ബിഫോർ ദ എക്സ്പയറേഷൻ ഓഫ് 1 month എന്നാണ്. 1 month തീരുന്നതിന് മുന്നേ കൊടുക്കാൻ പാടില്ല, അതായത് 1 month കഴിഞ്ഞാൽ കൊടുക്കണം. The provisions of this section apply to summons cases as well as to warrant cases. നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻ, അതായത് സമൻസ് കേസിന്റെ ട്രയൽ നമ്മൾ പഠിക്കുമ്പോഴും ഈ സെക്ഷൻ അപ്ലൈ ചെയ്യും. സമൻസ് കേസും തെറ്റായ രീതിയിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ കോമ്പൻസേഷൻ വാങ്ങി കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലെങ്തി ആയിട്ടുള്ള വാറന്റ് കേസസിന്റെ ട്രയൽ. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ട്രയൽ പ്രൊസീജിയർ വാറന്റിൻ്റെതാണ്. കാരണം കുറെ കാര്യങ്ങൾ 2-3 പാർട്ടൊക്കെ ആയിട്ടാണ് പഠിക്കാനുള്ളത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ വളരെ സാവധാനം സെക്ഷനുകൾ വ്യക്തമായിട്ട് എഴുതി, പോലീസ് റിപ്പോർട്ട് ആണെങ്കിൽ ഒരു കണ്ടിന്യൂഷനിൽ ആ സെക്ഷൻസ് എഴുതി പഠിക്കുക, അല്ലാതെ ആണെങ്കിൽ കണ്ടിന്യൂഷനിൽ ആ സെക്ഷൻ എഴുതി പഠിക്കുക. അല്ലെങ്കിൽ മനസ്സിലാവില്ല, ഈ ABC പാർട്ടൊന്നും പഠിച്ചാൽ മനസ്സിലാവില്ല. കണ്ടിന്യൂസ്ലി പഠിക്കണം. A മുതൽ Aയും Cയും മിക്സ് ചെയ്ത് പഠിക്കുക, Bയും Cയും മിക്സ്, അതാണ് ഒരു ഓർഡർ. ഓക്കെ, അങ്ങനെ പഠിക്കുക. അപ്പൊ ഇടയിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ഈ പാർട്ട് സിയിൽ പറയുന്ന ആബ്സെൻസ് ഓഫ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരിക്കലും A പാർട്ടിന്റെ കണ്ടിന്യൂഷനിൽ വരത്തില്ല. A പാർട്ടിൽ അക്വിറ്റലോ ഇത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് വരുന്ന ആ ആബ്സെൻസ് ഓഫ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ കേസ് അവിടെ ആപ്ലിക്കബിൾ ആകില്ല. കാരണം അത് കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കേസ് അല്ലല്ലോ. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ട്രയൽ പ്രൊസീജിയറുമായി കാണാം. നമ്മൾ സമൻസ് കേസിന്റെ ട്രയലാണ് അടുത്ത ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരുമായി കാണാം. അതുവരെ